നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. വർഗീയവാദികളുടെ കെണിയിൽ സർക്കാർ വീണോ? തക്കം പാർത്തു പതുങ്ങി നിന്ന വർഗീയ ശക്തികൾ അവസരം മുതലാക്കുകയാണോ? ഹിജാബ് വിവാദത്തിൽ എവിടെയാണ് പിഴച്ചത്? സുവർണാവസരം കാത്തിരിക്കുന്ന ശക്തികൾ ആരെല്ലാം? ചോദ്യങ്ങൾ പലതാണ്. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ഇന്നലെ വൈകുന്നേരത്തോടെ സമവായം രൂപപ്പെട്ടതാണ്. മാളം തുറന്ന് പുറത്തേക്ക് വന്ന വർഗീയ പാമ്പുകൾ പത്തി താഴ്ത്തി മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് അതാ വരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ കുറിപ്പ്. ഹിജാബ് ധരിച്ച് കുട്ടിക്ക് സ്കൂളിൽ വരാമെന്നും അതിൻ്റെ നിറവും രൂപവും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം എന്നുമായിരുന്നു സർക്കുലർ. വിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിയുടെ കുറിപ്പ്. ഇതോടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹിജാബ് ധരിക്കാൻ കുട്ടികളെ അനുവദിക്കുന്ന ഉത്തരവ് വേണം എന്ന ആവശ്യവുമായി SDPI ഇറങ്ങി. ക്രിസ്ത്യൻ മുസ്ലിം വിഷയമായി ഇത് മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട BJPയും ഇത് ദേശീയ തലത്തിൽ തന്നെ ഉന്നയിച്ചു. കാസ അടക്കമുള്ള സംഘടനകളും മറ്റൊരു ഭാഗത്ത് നിരന്നു. അപകടം തിരിച്ചറിഞ്ഞ മന്ത്രി ഇന്നു രാവിലെയും ഉച്ചയ്ക്കുമായി നിലപാട് മയപ്പെടുത്തിയെങ്കിലും വിഷയം കൈവിട്ടുപോയിരുന്നു. അവസരം മുതലാക്കി മന്ത്രിയെ വെല്ലുവിളിച്ച മാനേജ്മെൻറ്റും രംഗത്തെത്തി. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ഹിജാബ് വിഷയം സർക്കാരിൻ്റെ കൈവിട്ടുപോയോ? മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, നമ്മൾ ഇന്നലെ പൊതുവേദി വൈകുന്നേരം ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ സർക്കാരും അതോടൊപ്പം തന്നെ എറണാകുളം MPയും എല്ലാം ഇടപെട്ട് മാതൃകാപരമായി പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതാണ്. അതിനുശേഷമാണ് പിന്നീട് സർക്കുലർ വരുന്നു, വീണ്ടും SDPക്കാർ രംഗത്ത് വരുന്നു, BJPക്കാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ജാഗ്രത കുറവുണ്ടായോ? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. അവിടെ ഒരു കുട്ടിയെ ഹിജാബ് ധരിച്ചിട്ടുള്ളൂ എന്നുള്ളതല്ലേ ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ അല്ലേ? അതെ. ആ ഒരു കുട്ടി ഹിജാബ് ധരിച്ചിട്ട് വരികയാണെങ്കിൽ അത് മാത്രം വന്നോട്ടെ എന്നുള്ളത് വെക്കുക എന്നുള്ളതല്ലാതെ എല്ലാ കുട്ടികളും ഹിജാബ് ധരിച്ച് വന്നോളണം എന്നുള്ളത് സർക്കാരിന് അതൊരു ബുദ്ധിമുട്ടല്ലേ? എല്ലാ സ്കൂളിലും മാനേജ്മെന്റ് സ്കൂളും വേറുള്ള സ്കൂളും എല്ലാം ബുദ്ധിമുട്ടായി വരും. അപ്പോ പ്രശ്നങ്ങളില്ലാതെ ഒഴിവാക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ പ്രശ്നങ്ങളില്ലാതെ ഇന്നലെ തൽക്കാലം പരിഹരിക്കപ്പെട്ടതായിരുന്നു. അവിടെ ആ ഒരു കുട്ടി അവരുടെ കുട്ടിയുടെ രക്ഷകർത്താവുമായി സംസാരിക്കുന്നു, അത് അവർക്ക് അവിടെ തന്നെ പഠിപ്പിക്കാൻ തയ്യാറാണ്, കുഴപ്പമില്ല, ഹിജാബ് വേണ്ട എന്നൊക്കെ ഒരു ധാരണയിലൊക്കെ എത്തിയിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ രക്ഷകർത്താവും അവിടുത്തെ സ്കൂൾ അധ്യാപകരുമായിട്ടോ അല്ലെങ്കിൽ PT ആയിട്ടൊക്കെ സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. PT മന്ത്രിന്റെ ഏതാ തിരിഞ്ഞിരിക്കണേ ഇപ്പൊ അത് ഓല് പറഞ്ഞതിന് ഇപ്പൊ എഴുതി കാണിച്ചേ കണ്ടു. പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കുന്നതല്ലേ നല്ലത് സാറേ? അത് പറഞ്ഞു കൊടുക്കി സാറേ. ശരി, ശ്രീ ദിവാകരനാണ് തലശ്ശേരി. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തിൽ വീണ്ടും അത് അങ്ങനെ പോട്ടെ എന്ന് കരുതാതെ അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി കുറിപ്പെഴുതുന്നു. ഇന്ന് രാവിലെ വന്ന് വാർത്താ സമ്മേളനത്തിൽ പിന്നെയും മയപ്പെടുത്തി പറയുന്നു. അതിനൊക്കെ ശേഷവും പിന്നീട് അതൊരു അവസരമാക്കി മാനേജ്മെന്റ് വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നു. ഇതിനൊക്കെയുള്ള ഒരു അവസരം ഉണ്ടാക്കാതെ തന്ത്രപരമായി കാര്യം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതല്ലേ? അതായത് സാറേ, സ്കൂളിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് ഓരോ റൂൾസ് ഉണ്ട്, അത് പാലിക്കണം. ഇപ്പൊ എല്ലാ ഒരേപോലത്തെ യൂണിഫോം ധരിച്ചിട്ടല്ലേ ആ സ്കൂളിനൊരു ഇതുണ്ടല്ലോ. അപ്പൊ അത് പാലിക്കണ്ടേ? അതല്ലേ ശരി? അതായത് ഒരു കുട്ടി മാത്രം വേറെ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോ അതൊരു റെസ്പെക്ട് ഡിസിപ്ലിൻ കീപ്പ് ചെയ്യാതെ ഒരു സ്വഭാവമായി പോകല്ലോ. അതുപോലെ പേരൻസിന്റെ അത് 99.9% പേരൻസ് സ്കൂളിന് അനുകൂല. പിന്നെ സ്കൂളിന്റെ ഒരു അഭിഭാഷക പറയുന്നത് കേട്ടല്ലേ, മന്ത്രി ശരിക്കും പഠിക്കാണ്ടാ പറയുന്നത്. അതായത് A മുതൽ Z വരെ പഠിക്കണം, ആ സ്ഥാനത്തിരിക്കുമ്പോ പഠിക്കണം. പിന്നെ പേരൻസ് മന്ത്രിനെ കൊണ്ട് വേറെ രീതിയിലും പറഞ്ഞല്ലോ. അതായത് പേരൻസിൽ മന്ത്രി അതായത് ഇങ്ങനെയുള്ള സ്ഥാനത്ത് നിർത്തുമ്പോ ആ സംഗതിയെല്ലാം മനസ്സിലാക്കുന്ന ആളെയാണ് ഈ സ്ഥാനത്ത് മന്ത്രിയായിട്ട് നിശ്ചയിച്ചത്. ഇത് ഓരോ സമയത്ത് ഇടക്കിടക്ക് അങ്ങനെ മാറി പറഞ്ഞത്. ശ്രീ രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിലെവിടെങ്കിലും അങ്ങനെ ഒരു പിഴവ് ഉണ്ടായോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? നമസ്കാരം. ഇത് പ്രശ്നങ്ങളൊക്കെ തീർന്നതായിരുന്നു. പക്ഷെ പിന്നീട് മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നാണ് പ്രശ്നമായത്. കാരണം മതസ്വാതന്ത്ര്യവും വസ്ത്രസ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തണം, കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് രണ്ടാമത് SDPയും അതും ഇതൊക്കെ പ്രശ്നങ്ങളായത്. കാരണം ഈ മന്ത്രി ഇതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ ഒറ്റക്കൊരു തീരുമാനം. കാരണം മന്ത്രി ശരിക്കും വർഗീയ പ്രശ്നം ഉണ്ടാക്കിയതാ.
വർഗീയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ കാണിച്ചാണോ എന്ന് സംശയമുണ്ട്. കാരണം ഈ ഇടക്കിടക്ക് ഇതുപോലെ വിവരക്കേട് വിളിച്ചു പറയണ വേറൊരു ആളുമില്ല. കാരണം വിദ്യാഭ്യാസ വകുപ്പിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങനെയല്ല വളരെ ശ്രീ നല്ല രാധാകൃഷ്ണൻ. രീതിയിൽ കൈകാര്യം സാധാരണഗതിയിൽ ശ്രീ രാധാകൃഷ്ണൻ സാധാരണഗതിയിൽ മറ്റ് പല മന്ത്രിമാരെ അപേക്ഷിച്ച് വളരെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് മന്ത്രി വി. അല്ല, എല്ലാത്തിലും ഇടപെടുന്നുണ്ട്. അല്ല, ഈ ഒരു വിഷയത്തിൽ ശരി, അദ്ദേഹത്തിന് എന്റെ ഇടപെടലിൽ ഒരു വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്ഥിരമായി അങ്ങനെ പറയുന്ന ആളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും മുന്നനുഭവങ്ങളുണ്ടോ? സാധാരണഗതിയിൽ അങ്ങനെയല്ല. ദീർഘകാലമായി ഒരു സംഘടനാ പരിചയം, എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയ്ക്ക് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇക്കാര്യത്തിൽ വീഴ്ച വന്നു എന്ന അഭിപ്രായവും ഉണ്ട് ആളുകൾക്ക്. 2018 ഇത് കോളേജ് വിദ്യാഭ്യാസ മാനേജ്മെന്റിന് മറ്റേ മുഹമ്മദ് മുസ്ത എന്ന് പറഞ്ഞ ജഡ്ജി ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അത് പ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. പക്ഷെ മന്ത്രി അത് നോക്കുകയോ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്യാതെയൊക്കെ ഒരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാക്കിയെടുത്തതല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം മന്ത്രിക്ക് അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷെ അതില്ലാതെ ചെയ്തു പോയതിലാണ് ഇത്ര പ്രശ്നം ഉണ്ടായത്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും വരുന്നത്. കാരണം വിവിധ മതസ്ഥർ പഠിക്കുന്നതാണ് സ്കൂളുകൾ, സ്ഥാപനങ്ങൾ. എല്ലാ മതക്കാരും ഉണ്ട്. ഇന്ന മതമൊന്നുമില്ല. അപ്പൊ അതൊക്കെ നോക്കി കണ്ടും കൈകാര്യം ചെയ്യേണ്ട ഒരു മന്ത്രി അത് എടുത്തോ പിടിച്ചോ കൊണ്ട് പെട്ടെന്നുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അത് സെറ്റിൽ ചെയ്യാണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് നോക്കേണ്ട മന്ത്രിയുടെ ഒരു ഇതായിരുന്നു. ശരി, അഭിപ്രായം വ്യക്തമാണ് രാധാകൃഷ്ണൻ്റേത്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഇന്നലെ പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തെ ഇന്നിപ്പോൾ വീണ്ടും എല്ലാവിധ വർഗീയ ശക്തികളും ചാടി വീണ് അതിനെ വീണ്ടും വഷളാക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം സർ. നമസ്കാരം. ബഹുമാന്യ മന്ത്രി വിദ്യാഭ്യാസത്തിന് ദേശീയ നയമൊന്നുണ്ടെന്നുള്ള കാര്യം ഓർമ്മയില്ലായിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹം ഒറ്റയടിക്കങ്ങ് എടുത്തു ചാടി ഇതൊക്കെ അനുവദിച്ചു കൊടുക്കണം, വിദ്യാർത്ഥിക്ക് അങ്ങനെ പഠിക്കാനുള്ള അവസരം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ രാഷ്ട്രീയ നേതാവ് പ്രസംഗം പോലെ അങ്ങ് പറഞ്ഞതാ. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം എന്താണ്, ഏത് സ്ഥാനത്താണ് അദ്ദേഹം ഇരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനില്ല. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് എല്ലാ സ്കൂളിലും ഹിജാബ് ഒരു യൂണിഫോം ആക്കിയെന്ന് പ്രഖ്യാപിച്ചാൽ നമ്മുടെ നാട്ടിൽ സ്വൈരമായിട്ട് മറ്റുള്ള മറ്റു വിദ്യാഭ്യാസ മതത്തിൽപ്പെട്ടവർക്ക് സുഖമായിട്ട് പഠിക്കാമല്ലോ. കാരണം ഇത് ഇടക്കിടക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ. ഇതിപ്പം കർണാടകത്തിൽ നമ്മൾ കേട്ടതാണല്ലോ. അപ്പൊ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു യൂണിഫോം എന്ന് പറഞ്ഞാൽ അതിന് ഒരു കൂട്ടർക്ക് മാത്രം ഞാനിത് പറയുമ്പോൾ ഞാൻ വർഗീയവാദിയാ കാഴ്ചപ്പാടില്ല. ഞാൻ സത്യ പറയുന്നത്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനും ഇല്ലാത്ത ഒരു വിഭാഗത്തിന് മാത്രം അവരുടെ ഒരു മതപരമായ വസ്ത്രം ധരിച്ച് സ്കൂളിൽ പോയേ പറ്റൂ എന്നുള്ള നിബന്ധന വെക്കുമ്പോൾ അതൊരു തിട്ടൂരമല്ലേ സാർ? ഞാനിത് പറയുമ്പോൾ ഞാൻ പച്ച വർഗീയവാദിയാ സാറിന്റെ കണ്ണില്. അത് സത്യം പറയുന്നവർ അങ്ങനെയാണല്ലോ. ഞങ്ങളൊക്കെ നാട്ടിൽ ചോദിച്ചാൽ സിഖ് മതത്തിൽപ്പെടുന്ന ആളുകൾ സ്കൂളുകളിലൊക്കെ പോകുന്നത് അവിടുത്തെ ആൺകുട്ടികൾ ഈ തലയിൽ ഈ ടർപ്പനൊക്കെ ധരിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. കേരളത്തിൽ തന്നെ അങ്ങനെ സ്കൂളുകളിൽ അനുവദിക്കുന്ന സ്കൂളുകളും അനുവദിക്കാത്ത സ്കൂളുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരിടത്ത് അനുവദിക്കണം, നിർബന്ധപൂർവ്വം അനുവദിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് നമ്മൾ പറയരുത്. അങ്ങനെയും ഒക്കെ കൂടി ചേരുന്നതാണ് ഈ നാട് എന്ന് കൂടി പറഞ്ഞതാണ്. അതല്ല, ആ സ്കൂളിന്റെ മാനേജ്മെന്റ് പറയുന്നതാണല്ലോ ശരി. അവര് പറഞ്ഞല്ലോ ഞങ്ങൾ റൂൾ ആൻഡ് റെഗുലേഷൻ കണക്കിലെടുത്ത് മാത്രമേ ഇവിടെ പ്രവർത്തിക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞ അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ഒരു വിഭാഗത്തിന് എല്ലായിടത്തും അനുവദിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതെല്ലാം തലയിൽ ഹിജാബ് ധരിച്ചുകൊണ്ട് പോകാൻ കഴിയുന്ന സ്കൂളുകളും കേരളത്തിലുണ്ട്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലൊന്നും അങ്ങനെ ഒരു തടസ്സം അങ്ങനെ എവിടെയുമില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിലെ പൊതുവെ പല സ്ഥലങ്ങളിലുമൊക്കെ അത്തരം ഓരോരുത്തരും മതചിഹ്നങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പോകുന്നതിനെ എല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയൊന്നുമില്ല. പക്ഷേ ഒരിടത്തും ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം അംഗീകരിച്ച് നമ്മൾ അവിടെ പോകുമ്പോൾ അത് പാലിക്കണം. അതാണ് നാട്ടിലെ കോടതി വിധിയെങ്കിൽ അത് പാലിക്കണം. അതല്ലേ നമ്മൾ പറയുന്നത്. അതിന്റെ പേരിൽ മൊത്തം അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അത് ശരിയല്ല എന്ന് കൂടി പറയേണ്ടതുണ്ട്. അല്ല, ശ്രമം നടത്തുന്നത് സത്യം പറയുമ്പോൾ എങ്ങനെയാ സാർ ശ്രമം നടത്തുക? സത്യം പറയുമ്പോൾ ശ്രമം നടത്തലാണോ? ശരി, ശ്രീ ബാലകൃഷ്ണൻ. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ശ്രീ പ്രദീപാണ്, ബർമുഡയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. ഇന്നെങ്കിലും ഇതിനെ പാലസ്തീനുമായി കൊണ്ട് കൂട്ടിക്കെട്ടാതിരുന്നാൽ ഉപകാരമായിരുന്നു. താങ്കളുടെ കാഴ്ചപ്പാടിലെ മറ്റൊരു വർഗീയവാദിയാണ് ഞാൻ, ക്ഷമിക്കണം. കാരണം ഇന്നലെ ഞാൻ താങ്കളോട് സംസാരിച്ച് വന്നതിന്റെ ഹൈലൈറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു 49 പേര്, അതിൽ ഒരാൾ പോലും താങ്കളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇറ്റ്സ് ഓക്കെ. ആരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല ശ്രീ പ്രദീപ്. എനിക്ക് യാതൊരു നിർബന്ധമില്ല. എന്നെ ഒരുപാട് പേര് എതിർക്കാറുണ്ട്. എനിക്ക് അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമേ തോന്നാറുള്ളൂ. ഞാൻ എന്നെ എതിർത്ത് എഴുതുന്ന കമന്റുകൾ പോലും വായിക്കാറുമുണ്ട്. ഞാനല്ല ആളെ വെച്ച് സപ്പോർട്ട് ചെയ്യുകയും വ്യാജ ഇതെടുത്ത് എനിക്ക് അനുകൂലമായി ആളെ ഇടിക്കാതൊന്നും ചെയ്യാറില്ല പ്രദീപ്. എനിക്ക് അതിനുള്ള കഴിവില്ല മിസ്റ്റർ കിരൺ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ടു മീ. എക്സ്പെഷ്യലി
നമ്മുടെ ദിവാകരൻ ചേട്ടൻ പറഞ്ഞു എന്തോ ഉരുളയ്ക്ക് ഉപ്പേരിയൊക്കെ തന്നു. താങ്കൾ എന്താണ് എനിക്ക് ഉരുളപ്പേരി തന്നത്? വർഗീയ പട്ടം എനിക്ക് ചേർത്ത് തന്നു. ഞാൻ ചോദിച്ച ഒരൊറ്റ സിമ്പിൾ ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ന്യൂനപക്ഷത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവരും കൂടെ ഉണ്ടാകും, സമൂഹം ചീഞ്ഞു പോകും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞു മുഴിപ്പിക്കാൻ പോലും താങ്കൾ സമ്മതിച്ചില്ല. ഇറ്റ്സ് ഓക്കെ. സോ ഇന്നലെ താങ്കൾ വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ മിസ്റ്റർ ശിവൻകുട്ടിയെ കുറിച്ച് താങ്കൾ പറഞ്ഞു നല്ലത് ചെയ്തു, വർഗീയവാദികൾക്ക് അവസരം കൊടുത്തില്ല എന്ന്. നല്ല കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു എത്ര സമയം എടുത്തു അത് മാറ്റി പറയാൻ വേണ്ടി. താങ്കൾക്കറിയാമോ, നേമത്ത് അദ്ദേഹം PFIയുടെയും SDPയുടെയും സകല തീവ്രവാദി ഗ്രൂപ്പ്സുകളുടെയും വോട്ട് കൊണ്ടാണ് അദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിന് പിന്നെ അവരെ പിന്താങ്ങിയല്ലേ പറ്റൂ. പിന്നെ എന്തായാലും നമ്മുടെ നാടിങ്ങനെ ശ്രീ പ്രദീപ്, ഞാൻ പ്രദീപ് വിഷയങ്ങളെ കൈകാര്യം ചെയ്ത രീതിയിലല്ല ചെയ്യുന്നത്. ഈ ശിവൻകുട്ടി ഇന്നലെ രാവിലെ പക്വമായ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അതിനെ അംഗീകരിച്ചു, അതിനെ അനുകൂലിച്ച് തന്നെ പറഞ്ഞു. അപ്പോഴും ശിവൻകുട്ടി എതിർക്കണം എന്നൊരു അജണ്ട എനിക്കില്ല. ഇന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ ഇടപെടൽ വീഴ്ച ഉണ്ടായി. ആ വീഴ്ചയെ നമ്മൾ വീഴ്ചയാണോ എന്ന് തന്നെ, സർക്കാരിന് പാളിയോ എന്ന് പറഞ്ഞ് തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ശിവൻകുട്ടിയുടെ ഇപ്പോഴത്തെ ഇടപെടലിനെ ന്യായീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. സ്ഥായിയായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് ഏതെങ്കിലും തരത്തിൽ കൂറോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിരോധമോ ഇല്ല. നിലപാടുകൾ ശരിയാണോ അതിനൊപ്പം നിൽക്കും. അല്ലാതെ താങ്കളുടെ കൂട്ട് ഏത് കാര്യം വരുമ്പോഴും താങ്കൾ അതിന് പലസ്തീനിലെ കൊണ്ടുകെട്ടി അല്ലെങ്കിൽ അത് മുസ്ലിങ്ങളുടെ മതവിഭാഗത്തിനുള്ള താങ്കളുടെ വിദ്വേഷത്തിൻ്റെ പുറത്ത് കൊണ്ടുകെട്ടി അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല. അതുകൊണ്ട് താങ്കൾക്ക് അങ്ങനെയൊക്കെ തോന്നാം. ഇന്നലെ അനുകൂലിച്ചല്ലേ ഇന്ന് എതിർക്കുന്നല്ലേ എന്നൊക്കെ. ഇന്നലെ അനുകൂലിക്കേണ്ട വിഷയമുണ്ടായിരുന്നു, ഇന്ന് എതിർക്കേണ്ട വിഷയമുണ്ട്. മിസ്റ്റർ കിരൺ, എനിക്ക് മുസ്ലിങ്ങളോട് വെറുപ്പൊന്നുമില്ല. എനിക്ക് മുസ്ലിംസിലെ പൊളിറ്റിക്കൽ മുസ്ലിംസിനോടും അതേപോലെ തന്നെ ഹിന്ദുവിലെ തീവ്രവാദികളുണ്ടെങ്കിൽ അവരോട് എനിക്ക് വെറുപ്പുള്ള ആളാണ് ഞാൻ. പക്ഷേ ഈ ഹിന്ദു തീവ്രവാദ നിലപാടുകാരോട് ഇതുവരെ ഒരു എതിർപ്പ് വേണ്ട ഒരു അക്ഷരം പോലും ഇത്രയും കാലത്തിനിടയിൽ താങ്കളുടെ അഭിപ്രായത്തിൽ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ ഞാൻ പ്രതികരിച്ച ഏതെങ്കിലും ഈ ഖാലിസ്ഥാനികളോ ഏതോ ഒരു എങ്ങനെയാണ് ഹിന്ദു അകാലിദളല്ല, സോറി, ഏതോ ഒരു അതായത് എനിക്കൊരു കന്യാസ്ത്രീമാരുടെ വിഷയം വന്നപ്പോൾ ഞാൻ അവർക്കെതിരെ ശക്തമായി മറുപടി പറഞ്ഞ ആളാണ്. താങ്കൾ ശ്രദ്ധിച്ചു കാണില്ല. ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. മുസ്ലിമുകളിലായാലും ഇനിയിപ്പോ ക്രിസ്ത്യാനികളിലുണ്ടെങ്കിലും തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും വെറുക്കുന്ന ആളാണ്. ഒരിക്കലും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാതെ പരസ്പരം, ഞാൻ ഇന്നലെ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഞാൻ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ ഹിന്ദു ഒന്നുമില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നൊന്നുമില്ല. ഒരു മതത്തിൽ വിശ്വസിക്കുന്ന അല്ല മിസ്റ്റർ കിരൺ. ഞാൻ പറയുന്നത് ആരെയും കൊല്ലാൻ പാടില്ല. ഇനി വേദോടന്നോട്ടെ. ഇതിൽ ഞാൻ പറഞ്ഞത് എന്റെ പഴയകാല മിസ്റ്റർ ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ, അദ്ദേഹത്തിന്റെ പഴയ നിലപാടുകളാണ് അതിന് കാരണം. അദ്ദേഹം ഒരിക്കൽ ഒന്ന് പറയും, അത് കഴിയുമ്പോൾ മയപ്പെട്ട് മാറ്റി പറയും. ഇതൊന്നും ഒരു സമൂഹത്തിന് നല്ലതല്ല. ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം അതിന് ഒരു പോളിസി ഉണ്ട്, അവർക്കൊരു പ്രിൻസിപ്പൽ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് വേണം നമുക്ക് അവിടെ പോകണ്ട. അവിടെ പഠിക്കാൻ പറ്റാത്തവരവിടെ പോകരുത്, വേറെ സ്കൂളിൽ പോകണം. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ. താങ്ക് യു. അങ്ങനെ പഠിക്കാൻ പറ്റാത്തവരോടെ പോകാറുന്നില്ല. വീടിനടുത്തുള്ള സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂൾ പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും അവകാശമുണ്ട്. അത് പഠിക്കാൻ പറ്റാത്തവർ എൻ്റെ സ്കൂൾ പറ്റില്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ എന്നുള്ളതല്ല. ആ സ്കൂൾ ചെല്ലുമ്പോൾ അവിടുത്തെ നിയമങ്ങളുണ്ടെങ്കിൽ അത് പാലിക്കണം എന്നുള്ളതും. അല്ലാതെ മറ്റത് രണ്ടും രണ്ടാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പൊയ്ക്കോ എന്ന് പറഞ്ഞത്. എൻ്റെ നാട്ടിൽ സ്കൂളുണ്ടെങ്കിൽ അവിടെ പഠിക്കാൻ അവിടുത്തെ കുട്ടികൾക്കെല്ലാം അവകാശമുണ്ട്. ശ്രീ സാദിഖാണ് തിരൂരിൽ നിന്നാണ്. ശ്രീ സാദിഖ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? തരൂർ പാലക്കാട്. തരൂരാണല്ലേ? ഓക്കെ, തരൂരിൽ നിന്ന് പറയൂ. അതെ, ഇതില് മന്ത്രിക്ക് വീഴ്ച പറ്റിയതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതായത് എന്തുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് ആ കുട്ടിയെ ആ ഒരു ഇതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന്, അതായത് ആ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി? അത് തീർത്തും ഭയങ്കര മോശമായ ഒരു പ്രവണത. ശ്രീ നമുക്ക് സാധിക്കുക അത് പുറത്താക്കിയോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയൊന്നുമില്ല. ആ കുട്ടി സ്കൂൾ മാനേജ്മെന്റും തുടക്കത്തിൽ അതിന്റെ രക്ഷാകർത്താവ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ 3 ദിവസം ഉണ്ടായിരുന്നതിൽ ആ ദിവസങ്ങളിലൊക്കെ കുട്ടി ഹിജാബ് ധരിച്ച് വരികയും ഒക്കെ ചെയ്തു. അത് ആ കുട്ടിയോട് പറഞ്ഞിട്ട് പറ്റാത്ത സാഹചര്യത്തിൽ അതിന്റെ രക്ഷാകർത്താവിനെ വിളിച്ചു വരുത്തി. ആ കുട്ടി രക്ഷാകർത്താവിനൊപ്പമാണ് മടങ്ങിപ്പോയത് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഇനി രണ്ട് ഭാഗത്തും തുടക്കത്തിൽ അങ്ങനെയാണ് പറഞ്ഞത്, പിന്നീടാണ് ഈ മാറ്റമൊക്കെ ഉണ്ടായത്. അതിനകത്ത് ആര് പറയുന്നതാണ് ശരി തെറ്റ് എന്നൊക്കെ നമുക്ക് ഇനി അറിയേണ്ട കാര്യമാണ്. അതിനകത്തൊരു മുൻവിധിക്ക് പറയേണ്ടത് അല്ല, അത് ഞങ്ങളും എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ. അതിനകത്ത് തുടക്കത്തിൽ അങ്ങനെ ഇതൊരു ആ കുട്ടിയുടെ രക്ഷാകർത്താവ് വരാൻ തയ്യാറാണ് എന്നെല്ലാം, ഹിജാബില്ലാതെ വരാൻ തയ്യാറാണ് എന്നെല്ലാം പറഞ്ഞു നോക്കുകയാണ്. അല്ലാതെ കുട്ടിയെ പുറത്താക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അതിന്റെ പിതാവിനെ ഒരുപക്ഷെ വേറെ നിവൃത്തികൾ കൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നിരിക്കാം. വേറെ ആളുകളുടെ ഇടപെടൽ ഒരു വൻ വിവാദമായി വേറെ ഒരു പ്രശ്നമായിട്ട് മാറണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞായിരിക്കും. പക്ഷെ ഇതില് മന്ത്രി എടുത്ത നിലപാട് ഒരിക്കലും ഒരു തെറ്റില്ല. മന്ത്രി എപ്പോഴും നിൽക്കേണ്ടത് നീതിപൂർവമായ ഇതിൽ തന്നെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു പക്ഷത്തിലേക്ക് ചാഞ്ഞു നിന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തെ, അതായത് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തെ
ഹനിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് തെരഞ്ഞെടുപ്പ് മന്ത്രിക്ക് അങ്ങനെ ഹനിക്കുന്ന രീതിയിൽ ഇന്നലെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടതാണ് സാധിക്കും. പ്രശ്നം പരിഹരിക്കപ്പെട്ട ശേഷം അവിടെ അതിനുശേഷം അത് ഇന്നലെ അവിടെ MP ഒക്കെ പോയി പ്രശ്നം പരിഹരിച്ചു. അവിടെ കുട്ടിക്ക് പഠിക്കാം, ആ കുട്ടിക്ക് ഹിജാബ് ധരിക്കണം എന്നില്ല, അതിന് പുറത്ത് വെച്ച് സ്കൂളിനകത്ത് വെച്ച് ധരിക്കണം എന്നില്ല എന്നെല്ലാം ധാരണയായതാണ്. അത് പുറത്തുള്ള ആളുകൾ തമ്മിൽ ശരി ധാരണയായി. പക്ഷെ റിപ്പോർട്ട് വന്നത് ഈ വിദ്യാഭ്യാസ ഡയറക്ടർ അതിനുള്ള റിപ്പോർട്ട് കൊടുത്തതിനു ശേഷമല്ലേ മന്ത്രിക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ. അല്ല, അപ്പോൾ ആ സമയത്ത് ആ തരത്തിലേക്കുള്ള പ്രതികരണം വരുത്താതിരിക്കുക എന്നുള്ളതല്ലേ ഇതിപ്പോൾ SDPIക്കാർക്കും കാസയ്ക്കും BJPക്കും എല്ലാ തരത്തിലുള്ള കക്ഷികൾക്കും ഇടപെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് അന്നേരത്തെ പ്രതികരണമല്ലേ? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മന്ത്രി തെരഞ്ഞെടുപ്പ് മന്ത്രിക്ക് എല്ലാ ജനങ്ങളോടും അപ്പോൾ ഇവിടുത്തെ നിയമം എങ്ങനെയാണ് ശ്രീ സാദിക്ക്? മറ്റുള്ളവരെ മുതലെടുക്കും, അവര് മുതലെടുക്കും, അതായത് അവരോട് നിലപാട് പറയാൻ പറ്റില്ല, അവരൊക്കെ വളരെ മോശം. സാദിക്ക് ആ നിലപാട് മന്ത്രിക്ക് നിയമപരമായി ആ നിലപാട് അവിടെ ഉറപ്പാക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. തീർച്ചയായും കഴിയും. അതായത് അവരൊരു പ്രത്യേക, അതായത് ഈ പറയുന്ന, അതായത് ഇതിൽ പ്രതികരിക്കുന്ന പല ആളുകൾക്കും ഹിജാബ് എന്താണ് നിക്കാബ് എന്താണെന്ന് അറിയില്ല. ശരിക്കും ഹിജാബ് എന്താണ്, ഒരു ചട്ടം, ഒരു കയ്യിൽ അതായത് ആ യൂണിഫോം ആ കളറിന്റെ അത് മാത്രമുള്ള ഒരു സംഭവം. ശ്രീ സാദിക്ക്, ഞാൻ ഒരു വിവരം പറയാം. നിലവിൽ കേരള ഹൈക്കോടതി 2018 ഉത്തരവ് അനുസരിച്ച് വിദ്യാർത്ഥിയുടെ അവകാശമുള്ളപ്പോൾ തന്നെ പൊതുവായ സ്കൂളിന് ഒരു നിയമം ഉണ്ടെങ്കിൽ ആ നിയമം പാലിച്ചുകൊണ്ട് വേണം എന്ന് പറഞ്ഞാൽ ഇതേ വിഷയത്തിൽ തന്നെ പോയതിന് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ യൂണിഫോം എന്താണോ ആ യൂണിഫോം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിന് എനിക്ക് ആ യൂണിഫോമിന് പകരം മറ്റൊന്ന് ഇടണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിയമം കോടതി എന്തായാലും അനുവദിച്ചിട്ടില്ല നിലവിൽ. ഇല്ല, പുതിയ ഡ്രസ്സിനല്ലോ പറയുന്നത്. അവരിടും തല മറക്കുന്ന അതേ കളറുള്ള ഒരു ഡ്രസ്സ്. അതല്ല, അത് യൂണിഫോമിന്റെ ഭാഗമായി തല മറയ്ക്കുന്നെങ്കിൽ മറയ്ക്കാം, യൂണിഫോമിന്റെ ഭാഗമായി തല മറയ്ക്കുന്നില്ലെങ്കിൽ മറയ്ക്കാൻ കഴിയില്ല നിയമപരമായി. അത് തന്നെയല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള യൂണിഫോമിന്റെ കൂടെ ഹിജാബ് കൂടി ധരിച്ചപ്പോഴാണല്ലോ അവിടെ പ്രശ്നം ഉണ്ടായത്. അത് സെയിം കളറല്ല സാർ. നിങ്ങൾ എന്താ ഒരു സൈഡിലേക്ക് ഏതെങ്കിലും ഒരു പക്ഷത്തിൽ അതെങ്ങനെയാ സാധിക്കുക ഒരു പക്ഷം പറയുന്നത്? നിക്ക് സാധിക്കും. അല്ല സാധിക്ക്, കേൾക്കൂ. ആ സ്കൂളിന്റെ യൂണിഫോമിൽ ഹിജാബ് ഇല്ല, പിന്നെ എങ്ങനെയാണ് ഒരാൾ ഹിജാബ് ധരിക്കുന്നത്? എങ്ങനെയാണ് ഹിജാബ് ഇല്ലാത്തത്? ഏത് സ്കൂളിലാണ് ഹിജാബ് ഇല്ലാത്തത്? ആ സ്കൂളിന്റെ യൂണിഫോം അവർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ഹിജാബ് ഇല്ല. ഹിജാബ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഹിജാബ് ധരിക്കുക, അല്ലെങ്കിൽ അവിടെ അങ്ങനെ എക്സ്ക്യൂസ് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്കൂളിൽ ഒരു ധാരണ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ധാരണ അവരില്ല, അവരുടെ നിയമം പാലിക്കാൻ പറയുന്നു. അതായത് സ്കൂളിൽ നിങ്ങൾ പറയുന്ന സ്കൂളിൽ പ്രത്യേകം എഴുതി ചേർത്തിട്ടുണ്ട്. അവര് ഒരു അൺഎയ്ഡഡ് സ്കൂളാണ്, അൺഎയ്ഡഡ് സ്കൂളിന് അവിടുത്തെ യൂണിഫോം അവർക്ക് തീരുമാനിക്കാം. ആയിക്കോട്ടെ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കയ്യിൽ ചരട് കിട്ടുന്നു, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും മതചിഹ്നങ്ങൾ ഉപയോഗിക്കാം, അത് അങ്ങനെ വരുന്നവർക്ക് എന്തെങ്കിലും ഇത് ബാധകമാണോ? എല്ലാവർക്കും ബാധകമാണ്. ഒരു സ്കൂളിൽ നിങ്ങൾ കയ്യിൽ ചരടിട്ടുകൊണ്ട് ഒരു സ്കൂളിൽ വരരുതെന്ന് പറഞ്ഞാൽ കയ്യിലെ ചരട് അഴിച്ചിട്ട് പോകണം. ഇത് നിങ്ങൾ ഏകപക്ഷീയമായി സംസാരിക്കും. അതെങ്ങനെ ഞങ്ങൾ ഏകപക്ഷീയമായി സംസാരിക്കും? ഞാൻ താങ്കളുടെ ഓരോ വാദത്തിനും അവസരം നൽകുകയും അതെല്ലാം ചോദിക്കുകയും ചെയ്ത് തന്നെയല്ലേ ഏകപക്ഷീയമാകുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഏതെങ്കിലും സ്കൂളിൽ, അതായത് തലയിൽ ചട്ടം ഇട്ടിട്ട് സ്കൂളിൽ വരാൻ പറ്റാന്നുള്ള ഒരു നിയമം എവിടെയെങ്കിലും എഴുതി ചേർത്തായിട്ട്? ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്ന ഈ സ്ഥലം ശ്രീ സാദിക്ക് തലയിൽ തട്ടമിട്ട് ഒരു സ്കൂളിന് ഒരു യൂണിഫോം നിശ്ചയിച്ചാൽ ആ യൂണിഫോം അനുസരിച്ച് ആ സ്കൂളിലെ കുട്ടികൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ആയിക്കോട്ടെ, തീർച്ചയായും അത് നമ്മൾ അംഗീകരിക്കുന്നു. അങ്ങനെ തന്നെയാണ്, ശരിയാണ്, ഓക്കെ. പക്ഷെ തലയിൽ ആ സെയിം കളർ കോഡുള്ള തലയിൽ ഒരു ചട്ടം വരുമ്പോൾ അത് സെയിം കളർ കോഡുള്ള അത് വേണോ ഇല്ലെന്ന് അവർക്കല്ലേ അനുവദിക്കാവുന്നത്. ഇപ്പൊ സ്കൂളിലെ ഒരു കേസ് ഞാൻ സാദിക്കിനോട് പറയാം. ഒരു കേസ് സ്കൂളിൽ തലമുടി 2ആയി പിന്നി കെട്ടിക്കണം എന്നായിരുന്നു ഒരു വിഷയം. കുട്ടികൾ പറ്റില്ല എന്ന് പറയുന്ന കുട്ടികൾ. അങ്ങനെയല്ല, സ്കൂൾ ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനനുകൂലമാണ് നിലവിലെ കോടതി വിധി. ആ കോടതി വിധി ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. സുപ്രീം കോടതിയുടെ വിധി അത് ഭിന്ന വിധി ആയതുകൊണ്ട് സുപ്രീം കോടതി ലാർജർ ബെഞ്ചിൽ നിൽക്കുകയാണ്. അതിന് തീരുമാനം ഉണ്ടായിട്ടില്ല. അതിൽ അനുകൂലമായോ പ്രതികൂലമായോ ഒക്കെ തീരുമാനം ഉണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അന്ന് ആ നിയമമാവും. ശരി സാദിക്ക്. എന്തായാലും ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ വിജയൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഇന്നലെ പരിഹരിക്കപ്പെട്ടു പോയൊരു വിഷയത്തെ വെറുതെ മന്ത്രി ഒരു പ്രസ്താവന വീണ്ടും ഇറക്കി അത് വിഷയം വീണ്ടും കുത്തിപ്പോക്കുന്നൊരവസ്ഥയിലേക്ക്, വീണ്ടും ഇത്തരത്തിലുള്ള ശക്തികൾക്കെല്ലാം അവസരം കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിയോ? നമസ്തേ. നമസ്കാരം, പറഞ്ഞു. 50 വിദ്യാർത്ഥിനികൾ അല്ലാതെ തന്നെ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. അപ്പൊ അവർക്ക് ആർക്കും ഇല്ല. ഇതൊരു 4 മാസമായിട്ട് വന്ന് ആ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി 4 മാസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഉടനെ വന്ന് ഈ ഹിജാബ് ധരിക്കണമെന്നും പറഞ്ഞു വന്നത് അത് വലിയൊരു മോശമായിട്ട്. അതിൽ കൂടുതൽ സർക്കാരിന് മാത്രമല്ല പാളിയത്, വിദ്യാഭ്യാസ മന്ത്രിക്ക് നല്ലപോലെ പാളിയിട്ടുണ്ട്. ഇതല്ല മതേതരത്വ സംസ്ഥാനമായ കേരളം. മതേതരത്വ സംസ്ഥാനം എന്ന് പറയുന്ന കേരളത്തിൽ ഒരു കുട്ടിയെ ഒറ്റയ്ക്കിരുത്തി വേറൊരു വേഷത്തിലിരുത്തി പഠിപ്പിക്കുന്നതല്ല മതേതരത്വം. അദ്ദേഹത്തിന് ഇനിയെങ്കിലും അത് മനസ്സിലാവട്ടെ. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ വിജയൻ. ശ്രീ ദാസനാണ് കൊല്ലത്ത് നിന്നും.
ശ്രീദാസൻ താങ്കൾ പറഞ്ഞോളൂ. കൊല്ലത്ത് കണ്ണൂരിനാണ്. അയ്യോ, അത് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പുതിയ ദാസന്മാർ ആരെങ്കിലും ആയിരിക്കും കൊല്ലത്ത്. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ കിരൺ ബാബു പറഞ്ഞു, ഇത് ആകസ്മികമായി ഉണ്ടാകുന്നല്ല. ഇതിപ്പോ 113 കുട്ടികളുണ്ട് ആ സ്കൂളിൽ, മുസ്ലിം കുട്ടികൾ. 4 മാസം മുന്നേ പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കുന്നത് 4 മാസം മുന്നേ പ്രശ്നം ഉണ്ടായി, അന്ന് പരിഹരിച്ചു. ഇപ്പൊ ഈ കുട്ടി മാത്രം ഇത് ആകസ്മികമായി ഉണ്ടായതല്ല, ഇതെല്ലാം പ്ലാൻ ചെയ്ത പരിപാടിയാണ്. ഒരു കാരണവശാലും ഒരു സ്കൂളിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ചില മാധവപ്രവർത്തകർക്കും ലോകം തിരിയില്ല. നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണുക. ഇത് ഒരു നിസ്സാര കാര്യമില്ല. ഈ ശിവൻകുട്ടി ഈ അഭിപ്രായം പറയുന്ന കാര്യമാക്കില്ല. അയാൾക്ക് അതിന് അവകാശമില്ല. വിദ്യാഭ്യാസ മന്ത്രിക്ക് ഈ പ്രശ്നത്തിൽ അവകാശം പറയാൻ ഒരു അവകാശം അയാൾക്കില്ല. ഇത് കോടതി പറയരുത്, അവകാശമുണ്ട്, പക്ഷേ ഇങ്ങനെ പറയേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യമുണ്ട്. അത് അനക്കും അവകാശം പറയാം, പറഞ്ഞ വലിയ കാര്യമില്ലാന്നാണ്. ഞാൻ അനക്കും ഇല്ലാതെ അവകാശം പറയാം. പക്ഷേ ഇത് ഒരു പ്ലാൻഡ് പരിപാടിയാണ്. ഇതിന് പിന്നില് മതവർഗീയവാദികളാണ്. ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നിങ്ങളെ ഒരു സ്കൂൾ ഡ്രസ് കോഡിന്റെ ഇപ്പൊ നാളെ ഒരു BJP-കാരൻ പറഞ്ഞു ഞാൻ ഇവിടെ മറ്റേ ഈ ശൂലം കൊണ്ട് വരുന്ന സ്കൂളിൽ പറയുമ്പോൾ അനുവദിക്കാൻ പറ്റുമോ? അല്ലെ മറ്റവൻ പറഞ്ഞു, കാസക്കാരൻ പറഞ്ഞു ഞാൻ ലോഹയൊക്കെ വരുന്നത് ഞാൻ അനുവദിക്കാൻ പറ്റുമോ? ഇത് തോന്നിവാസം. ഇനിയെങ്കിലും നിങ്ങൾ ഈ കേരളത്തില് ഇത്തരം തോന്നിവാസങ്ങൾ ഒരു മതവർഗീയവാദികളും ഇപ്പൊ നിങ്ങൾ ഈ മുസ്ലിം നാമധാരികൾ ഏതെങ്കിലും ഒരാൾ ഇത് എതിർക്കുന്നില്ല. എല്ലാം ഒറ്റക്കറി ന്യായീകരിക്കുക. നമ്മൾ പറയുമ്പോൾ വർഗീയ, നമ്മളിപ്പോ BJP-നും RSS വിമർശിച്ചാല് നല്ല മലയാളത്തുകാരൻ തിരിച്ചിങ്ങനെ മാത്രം പറഞ്ഞാലോ, അയ്യോ പിന്നെ സംഗീത അച്ഛൻ മൂത്രം മറ്റേ ഇതേ പറയും. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വളർന്നു പ്രവർത്തകർ, മാധ്യമപ്രവർത്തകൻ ഞാൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് വാക്കുപറയാനുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഒന്നിക്ക് കല്യാണി ആയിരിക്കണം, അല്ലെങ്കിൽ ഭാസ്കരൻ ആയിരിക്കണം. കല്യാണി ഭാസ്കരനാകാൻ പാടില്ല. എല്ലാ മാധ്യമപ്രവർത്തകരും ഞാൻ അങ്ങേയറ്റം അംഗീകരിക്കുന്ന ആളാണ്. പക്ഷേ അത് ഭയങ്കര വിഷമമുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കാരണവശാലും നിങ്ങളെ ഒരു മാധ്യമപ്രവർത്തകർ ഇവർ ന്യായീകരിക്കാൻ പാടില്ല. ശുദ്ധ തെറ്റായ തൊമ്മാട്ടം. ഒരു തെറ്റില് ഈ ഹിജാബും ധരിക്കാൻ പാടില്ല സ്കൂളിൽ. ഓക്കെ ബാബു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മോഹനാണ് മാവേലിക്കരയിൽ നിന്നും. ശ്രീ മോഹൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? എനിക്ക് തോന്നുന്നത് ആദ്യത്തെ മന്ത്രിയുടെ പ്രതികരണം വളരെ പക്വമായിരുന്നു, ന്യായമായിരുന്നു. അതെ. പക്ഷെ അടുത്ത ദിവസം പുള്ളി ടേൺ മാറ്റി സ്കൂളിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ശരി, അല്ല, ആദ്യ തവണ തന്നെ പ്രതികരിച്ചപ്പോൾ പക്വമായിരുന്നു പറഞ്ഞാൽ അദ്ദേഹം ആദ്യ തവണ പറഞ്ഞത് ഈ സ്കൂളിന്റെ പൊതു നിയമങ്ങൾ അംഗീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം, അതാണ് സ്കൂളിന്റെ രീതി എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത മാനേജ്മെന്റ് രീതി വേണ്ടത്ര പക്വതയുള്ള ജാഗ്രതയോട് കൂടിയാണോ എന്നതും പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു കൃത്യമായ നിലപാടായിരുന്നു. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള ഒരു വിഷയമുണ്ട്, അത് അങ്ങനെ തന്നെ പരിഹരിക്കണം, അത് പോസിറ്റീവ് ആയിരുന്നു. അത് ആദ്യത്തെ പ്രതികരണമല്ല, രണ്ടാമത്തെ പ്രതികരണമാണ് സ്കൂളിനെ കുറ്റപ്പെടുത്തി പറഞ്ഞത്. അല്ല, ആദ്യം ഈ പ്രതികരണം, പിന്നീട് ആണ് പ്രതികരണം സ്കൂളിന് പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രതികരണം വന്നത് രണ്ടാമതാണ്. അക്കാര്യമാണ് ഞാനും പറഞ്ഞത്. ഓക്കെ, ശരി, പറഞ്ഞോളൂ. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ആദ്യത്തെ പ്രതികരണം വളരെ പക്വമായിരുന്നു, ന്യായമായിരുന്നു, എല്ലാവരും കേട്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിരുന്നു. രണ്ടാമത് പ്രതികരിച്ചത് വളരെ സ്കൂളിനെ ഏകപക്ഷീയമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോ എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് മന്ത്രിക്ക് എന്തോ സമ്മർദ്ദങ്ങളും അങ്ങനെയുണ്ട്. അതാണ് അതിന്റെ കാര്യം. പിന്നെ ഇന്നിപ്പോ വീണ്ടും ആ പ്രശ്നം പരിഹരിച്ചെന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി പറയുന്നു അങ്ങനെയാണെങ്കിൽ അതങ്ങ് പരിഹരിച്ചു പൊക്കോട്ടെ. ഇത് അൺഎയ്ഡഡ് സ്കൂളാണ്, അതിന് മന്ത്രിക്ക് ഈ പറയുന്ന അധികാരങ്ങളൊന്നുമില്ല അവരെ നിയന്ത്രിക്കാൻ. അവര് CBSE സ്കൂളാണ്. അവരുടെ യൂണിഫോം അനുസരിച്ച് കുട്ടികൾ വരണമെന്ന് വരാനെന്ന് കുട്ടികൾ വരാനെന്ന് ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്. അപ്പൊ പിന്നെ മന്ത്രി ആലോചിക്കാതെ ഓരോരുത്തരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മന്ത്രി പറയുന്ന കാര്യങ്ങളാണ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും. ഫാദർ, ഇത് ഗുഡ് ഈവനിങ്. ഇത് കൃത്യമായി ഒരു പ്രശ്നം അടങ്ങിപ്പോയതാണ്, അതിനെ വെറുതെ ഊതി വീണ്ടും തീയാക്കുന്ന ഒരവസ്ഥയായി പോയോ? അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കപ്പെട്ട പ്രശ്നത്തിൽ വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. ഒന്നത്. രണ്ടാമത്, ഈ പ്രശ്നം എയ്ഡഡ് സ്കൂളിലേക്ക് വന്നാൽ എന്തായിരിക്കും ഭവിഷ്യത്ത്? ഇപ്പൊ അൺഎയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ചായത് എയ്ഡഡ് സ്കൂളിൽ വരുമ്പോഴേ
മന്ത്രിയുടെ വാക്കിന് കൂടുതൽ വില കൽപ്പിക്കപ്പെടും. അപ്പോഴിത് കൂടുതൽ ഇഷ്യൂ ആയി വരാൻ തക്കവണ്ണം സാധ്യതയുണ്ട്. കാരണം ഞങ്ങളുടെ CSI മാനേജ്മെന്റ് ഒത്തിരി സ്കൂൾസ് ഉള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ ഈ പ്രശ്നം രൂക്ഷമാകും എന്നൊരു ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് ഫാദർ അങ്ങനെ അവിടെയൊക്കെ ഈ തലയിൽ തുണിയിട്ട് വരുന്ന കുട്ടികളില്ലേ? തലയിൽ തുണിയിട്ട് ഓരോ യൂണിഫോം അല്ലേ മിക്ക സ്കൂളുകളിലും. അപ്പൊ ആ യൂണിഫോമിനനുസരിച്ചേ വരുള്ളൂ. ഞാനതിനെപ്പറ്റി അന്വേഷിച്ച്, കാരണം എന്റെ മരുമോളും മോളൊക്കെ ടീച്ചേഴ്സാണ്. അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോ അവര് പഠിപ്പിക്കുന്ന സ്കൂളിലൊന്നും അനുവദിക്കുന്നില്ല. കാരണം സാധാരണഗതിയിലുള്ള സ്കൂളുകളൊക്കെ ഇപ്പോൾ നമ്മളെ നാട്ടിലും പുറത്ത് നമ്മളൊക്കെ പഠിച്ച കാലത്തും എല്ലാം അതിനുശേഷവും ഒക്കെ ഉള്ള സ്കൂളുകളിലൊക്കെ തലയിൽ തുണിയിട്ട് വരുന്ന കുട്ടികളുമുണ്ട്, അല്ലാതെ വരുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. അത് ഒരു സാധാരണമായ കേരളത്തിലെ ഒരു കാഴ്ചയായിരുന്നു. അല്ല, അത് വളരെ കുറച്ച് കുട്ടികളായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവുക, ഓരോ സ്ഥലത്തെയും പ്രത്യേകത അനുസരിച്ച്. പക്ഷെ അനുവദിക്കുന്നില്ല എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഓക്കെ. അല്ല, അനുവദിക്കാത്ത സ്കൂളുകളുമുണ്ട്, അനുവദിക്കുന്ന സ്കൂളുകളുമുണ്ട്. അങ്ങനെ ഉണ്ടാകാം. പക്ഷേ ഇത് ഭാവിയിൽ ഒരു പ്രശ്നം വരാതെ വണ്ണം ഇത് ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇത് വീണ്ടും ഒരു ഇഷ്യൂ ആക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ല ഫാദർ, ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്കോട് ചോദിക്കുക, ഒരാൾ ഇപ്പോൾ അങ്ങനെ ഒരു മതപരമായ ഒന്നോ രണ്ടോ കുറച്ച് പേരോ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് വരുന്ന ആളുകൾ ഒരു വസ്ത്രം ധരിച്ചു, അല്ലെങ്കിൽ ഒരു യൂണിഫോമിനോട് യോജിക്കുന്ന ഒരു ശിരോവസ്ത്രം ധരിച്ചു എന്ന് കരുതി അതിനെയൊക്കെ ഒരു പ്രത്യേകിച്ച് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റേണ്ടതൊക്കെ ഉണ്ടോ? യഥാർത്ഥത്തിൽ അതങ്ങ് നിസ്സാരമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നം മാത്രമല്ലേ? നിസ്സാരമായിട്ട് പരിഹരിക്കണമെങ്കിൽ ആ മാനേജ്മെന്റ്, ആ പ്രത്യേക മാനേജ്മെന്റ്, അവിടുത്തെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അവിടുത്തെ മാനേജറോ അത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് എനിക്ക് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂള്ള കാര്യം ഞാൻ പറഞ്ഞത്. ശരി, ഞങ്ങളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഫൈസലാണ്, തിരൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഫൈസൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ പരിഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ് ഇന്നിപ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കി അത് വീണ്ടും വഷളാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. മാനേജ്മെന്റ് പരസ്യമായി തന്നെ മന്ത്രിയെ വെല്ലുവിളിക്കുന്ന അവസ്ഥ വരെ എത്തിയിരിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾ പറയൂ. നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. ഇത് ഹിജാബിന്റെ കാര്യം സർക്കാരിന് പാളിയത് തന്നെയാണ്. ഞാനും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ പഠിച്ച ഒരാളാണ്. നമുക്കവിടെ യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം ഒരു ദിവസം പോലും മാറ്റാൻ പറ്റില്ല. നമ്മുടെ കൂടെ മുസ്ലിം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. അവരാരും തലയിൽ കൂടെ തുണി ഇട്ടുകൊണ്ട് എല്ലാവരും വന്ന നമുക്കറിയത്തില്ല അവർ മുസ്ലിങ്ങളാണെന്ന്. സ്കൂളിന്റെ ഒരു പ്രിൻസിപ്പിള് നമ്മളത് അവര് പറയുന്ന എന്താ അത് നമ്മൾ പാലിക്കണം. അല്ലാതെ അവർക്ക് ഗവൺമെന്റ് സ്കൂളിലോ അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ് സ്കൂളിലോ പോകാമല്ലോ. ആദ്യം പറഞ്ഞത് ശരി, പാലിക്കണമെന്ന് പറഞ്ഞത് ശരി. അവർക്ക് അവരുടെ മാനേജ്മെന്റ് സ്കൂളിലോ പോകാമെന്ന് പറയുന്നത് ഒരു മതേതര രാജ്യത്ത് ഒരാളോടും അങ്ങനെ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ സ്കൂളിൽ പൊയ്ക്കോളൂ, ഹിന്ദുക്കളുടെ സ്കൂളിൽ പൊയ്ക്കോളൂ എന്നുള്ളൊരു സ്വരം, അങ്ങനെ ഒരു അർത്ഥം അങ്ങനെയല്ല ഞാൻ പറഞ്ഞതിന്റെ ധ്വനി അതല്ല കിരൺ. അത് വളച്ചടിക്കണ്ട. ഞാൻ വളച്ചൊടിച്ചതല്ല. നമ്മൾ സാധാരണക്കാരെപ്പോഴും പറയുമ്പോൾ നിരന്തരം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്കിൽ പിന്നെ അവരുടെ സ്കൂളിൽ പൊയ്ക്കൂടെ എന്ന്. അങ്ങനെ ഒരു ചോദ്യം ഒരാളോടും ചോദിക്കരുത്. അവരുടെ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളില്ല. എല്ലാ സ്കൂളും എല്ലാവരുടേതുമാണ്. അത്രയൊന്നും അഡ്വാൻസ് ആയില്ല ഞാൻ കേട്ടോ. ഞാൻ പഠിച്ചൊരു വയസ്സ് തന്നെ ഒരാളാ. നമ്മള് ഗവൺമെന്റ് സ്കൂളിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞോളൂ, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെന്റ്. അപ്പൊ അത് തലേ തുണിയിട്ടൊക്കെ ചെല്ലാം. അങ്ങനെ ജയ, നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷ സ്കൂളുകളിലും ഒന്നും അങ്ങനെ ഒരു യൂണിഫോം ഉണ്ട്, ഒന്നോ രണ്ടോ പേർ അവരുടെ ഏതെങ്കിലും മതപരമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചു എന്ന് എഴുതി അതിനെ ഒന്നും തടസ്സപ്പെടുത്തും. അതിന്റെ വഴിക്ക് അങ്ങ് വിടുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതൊന്നും ഗൗരവമായി പോലും ആരും കാണാറില്ല. അതൊക്കെ അങ്ങനെ അങ്ങ് പോവും. ഇതൊക്കെ രണ്ടു കൂട്ടരും പ്രശ്നമാക്കാൻ തീരുമാനിക്കുമ്പോഴാണ് അത് ഹൈക്കോടതി വിധി എന്താണ്, സുപ്രീം കോടതി വിധി എന്താണ്, നിയമം എന്താണ് എന്നൊക്കെ ഉള്ള ചർച്ചകളൊക്കെ വരുന്നത്. സാധാരണ സ്കൂളുകളിലൊന്നും ഇതൊരു ചർച്ച പോലും ആകാറില്ല. അതെ, അങ്ങനെ അങ്ങ് പോകുന്നതായിരുന്നു നല്ലത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് അപ്രീഷിയേറ്റബിൾ ആയിരുന്നു. പിന്നെ ഇന്നെന്താ അത് മാറ്റി പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തന്നെ ശ്രമിച്ചതല്ലേ. ഞാൻ പറയുന്നത് കുഞ്ഞുനാള് മുതൽ യൂണിഫോം ഈ കുട്ടികൾ ചെല്ലാൻ പഠിപ്പിക്കുന്നത് അവരുടെ ഭാവി ജീവിതത്തിന് നല്ലതാ. ഞാൻ അത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പറയാം, നമുക്ക് കൂടുതൽ ഡിസിപ്ലിൻ ഉണ്ടാവും. ഞാൻ പുറം രാജ്യത്ത് ജീവിച്ച ആളാ. നമുക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു രീതിയിൽ അവരുടെ മാനേജ്മെന്റിന്റെ സിസ്റ്റത്തിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സ്കൂൾ യൂണിഫോം ഉണ്ടാക്കുന്നത് തന്നെ സ്കൂളിലെ കുട്ടികളുടെ സാമ്പത്തികവുമായും മറ്റുള്ള വ്യത്യാസങ്ങൾ പുറത്തറിയിക്കാതെ എല്ലാവരും തുല്യരാണ് എന്നൊരു തോന്നൽ ഉണ്ടാകും, എന്നൊരു ആ ഒരു ഉണ്ടാവണം. അല്ലെങ്കിൽ കൂടിയ പണമുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വീട്ടിൽ നിന്ന് വരുന്നവർ കൂടിയ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ
അത്ര സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ അതിൽ കുറഞ്ഞ വസ്ത്രം ധരിക്കേണ്ടിയൊക്കെ വരുന്ന അവസ്ഥ, അങ്ങനെ ഒരു വേർതിരിവ് കുട്ടികൾക്കിടയിൽ ഉണ്ടാവരുത്. ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞ സർക്കാരിൻ്റെ സങ്കല്പം പോലും അങ്ങനെയായിരുന്നു. ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പോലും അങ്ങനെ ഒരു വേർതിരിവ് തോന്നരുത്, കുട്ടികൾക്ക് എല്ലാവരും തുല്യരാണെന്നുള്ള ബോധം ഉണ്ടാവണം എന്നുള്ളതൊക്കെയായിരുന്നു. അത് നല്ല സങ്കല്പങ്ങളായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ നടപ്പായില്ല പൂർണ്ണമായും. രേവതിയാണ് വിളിക്കുന്നത്, മുഴുപ്പിലങ്ങാട് നിന്നാണ് വിളിക്കുന്നത്. മുഴുപ്പിലങ്ങാട് നിന്ന് രേവതി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നം മന്ത്രി വി ശിവൻകുട്ടി മനോഹരമായ നിലപാടൊക്കെ എടുത്ത് പരിഹരിച്ചായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹം എടുത്ത നിലപാട് ഈ പ്രശ്നത്തെ വീണ്ടും കുത്തിപ്പൊക്കുന്ന പോലെ ആയിപ്പോയില്ലേ? അല്ല സാറ്, പിന്നെ നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ? അതെ. ഒരു കുട്ടിക്ക് പറഞ്ഞിട്ട് വരാൻ മറ്റുള്ള കുട്ടി യൂണിഫോം ഇട്ടിട്ട് വരണമെന്ന് അതൊരു ശരിയുള്ള നിയമാ? ഹലോ, കേൾക്കാൻ, പറഞ്ഞോളൂ. ആ അത് കണ്ട് ചോദിക്കുന്നയാ. അല്ല, താങ്കളിപ്പോ ഉദ്ദേശം എന്താണ്? അല്ല, പർദ്ദയിട്ടിട്ട് വന്ന കുട്ടികളെ പോയി പിന്നെ പർദ്ദ ഇട്ടൊന്നും അല്ല വന്നത്, അതൊരു ഹിജാബ് മാത്രമേ ധരിച്ചുള്ളൂ, അല്ല പർദ്ദയൊന്നും ഇട്ടില്ല. ആ, അപ്പൊ അത് ശരിയാന്നാ? എല്ലാ കുട്ടികളും അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ മാനേജ്മെന്റ് തീരുമാനിക്കാം. ചില മാനേജ്മെന്റുകൾ അവരുടെ സ്കൂളിൽ അങ്ങനെ വരുന്നതിന് പ്രത്യേകിച്ച് അവർക്ക് തടസ്സമൊന്നുമില്ല. ചിലർക്ക് അത് തടസ്സമുണ്ട് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം അത് അനുസരിക്കണം. അല്ലാതെ തടസ്സം അങ്ങനെ ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. നമ്മുടെയൊക്കെ താങ്കളൊക്കെ പഠിച്ച സ്കൂളുകളിലൊക്കെ മുഴുപ്പിലങ്ങാട് എന്തായാലും എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ? അവിടെയൊക്കെയും തലയിൽ തട്ടവിട്ട് വരുന്ന കുട്ടികളൊക്കെ താങ്കളുടെ കൂടെ പഠിച്ചിട്ടില്ലേ? അത് പണ്ട് യൂണിഫോം ഇല്ലല്ലോ. ഇപ്പം പിന്നെ അല്ല, യൂണിഫോം ഇപ്പൊ ആരും തട്ടൊന്നും ഇടയില്ല. ഇപ്പൊ അവരെന്നെ പൊട്ട് വരെ കുട്ടിയിട്ടാണ് സ്കൂളിൽ വരുന്നത് മറ്റുള്ള കുട്ടികളെ പോലെ. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. സന്തോഷാണ് കാസർഗോഡ് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഇത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് മുസ്ലിംസ് ആയാലും ആരായാലും ഒന്നിച്ച് തന്നെ പഠിക്കുന്നത്. അപ്പൊ അവിടെ തട്ട വിടുന്നുണ്ട്, ഏത് സ്കൂളിലായാലും തട്ട വിടുന്നുണ്ട്. ഇത് വർഗീയവൽക്കരിക്കുകയാണ്. ഇപ്പൊ ഈ മാനേജ്മെന്റിന് അതിന്റെ യാതൊരു പ്രശ്നമൊന്നുമില്ല. ചോദിക്കട്ടെ, അവരെ യൂണിഫോമിന്റെ ആ കളർ തന്നെയുള്ള ഒരു തട്ടമിടുന്നതിന് എന്താണ് കുഴപ്പമുള്ളതെന്ന് എനിക്കറിയാത്തത്. അതെന്താണ് സാർ പ്രശ്നം? ഒരു തട്ട ഈ മറ്റുള്ളവർക്ക് അത് വർഗീയവൽക്കരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഏത് മുസ്ലിം സഹോദരന്മാർ അവരെ തട്ട വിട്ടു എങ്ങനെയാലും വരട്ടെ, ആ കളറുള്ള ഡ്രസ്സ് മാത്രം മതി. അല്ല, അങ്ങനെയല്ല ശ്രീ, അതൊക്കെ ഓരോ മാനേജ്മെന്റിന് തീരുമാനിക്കാം. അത് താങ്കൾ പറഞ്ഞ അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല നിയമം. നിയമം നോക്കുമ്പോൾ ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിയമം നോക്കേണ്ടി വരും. നിയമം അനുസരിക്കുന്നതനുസരിച്ചാണെങ്കിൽ സ്കൂളിന് ഈ നാടിന്റെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ഒരു യൂണിഫോം നിശ്ചയിക്കാം. ആ യൂണിഫോം ധരിക്കാൻ എല്ലാ കുട്ടികളും ബാധ്യസ്ഥരാണ്. നിക്കർ പോലും ഇടാൻ സമ്മതിക്കില്ല അവര്. കേട്ടില്ല? അത് ഓർക്കണം. ഇങ്ങനത്തെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെയൊക്കെ വർഗീയത കൊണ്ടുവരുന്ന ഇവർ തന്നെയാണ്, ഈ മതമേലധ്യക്ഷന്മാർ തന്നെയാണ്. ഏത് കൂട്ടായാലും അത് ശരിയാണ്, യാതൊരു സംശയവുമില്ല. വർഗീയത കൊണ്ടുവരുന്നതിൽ നല്ലൊരു പങ്ക് ഉത്തരവാദിത്തമുള്ളത് ഈ മതങ്ങളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അത് ഇനി ഏത് മതത്തിലായാലും അതിന് യാതൊരു സംശയവുമില്ല. അതെ സാർ, ഇവര് തന്നെയാണ്. ഇപ്പൊ ഞാൻ അവിടെ ഈ സംഭവം ഇവർ പ്രശ്നമാക്കിയില്ലെങ്കിൽ ഇതൊരു പ്രശ്നമേ അല്ല. ഈ മാനേജ്മെന്റോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള സംഘടനകളോ നമ്മളൊക്കെ പണ്ട് മുതലേ പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തട്ട കിട്ടുന്ന എല്ലാവർക്കും വരുന്നതിനെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശബരിമല സീസൺ വരുന്നു, പിന്നെ കറുപ്പെടുത്ത് അവിടെ പോകാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയല്ല, കറുപ്പെടുത്ത് ശബരിമല പോകാം, പക്ഷേ ആ കറുപ്പിട്ടുകൊണ്ട് ഒരു സ്കൂളിൽ പോകുന്നത് അത്ര ശരിയല്ല. ഞാൻ പറഞ്ഞിട്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ കറുപ്പെടുത്ത് വരുന്നുണ്ട്. അല്ല, ഞാൻ സന്തോഷ് ഞാൻ പറയില്ല, അതിലൊക്കെ അനുവദിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സ്കൂളിനൊരു യൂണിഫോം ഉണ്ട്, ശബരിമല പോവുകയാണ് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചില ശബരിമല പോകുന്ന എല്ലാവരും ഒന്നും കറുപ്പെടുത്തില്ല. കറുപ്പിടുന്ന ആളുകളാണെങ്കിൽ നാളെ മുതൽ കുട്ടി ഒരു കറുപ്പ് മുണ്ടും കറുപ്പ് ഷർട്ടും ഇട്ടുകൊണ്ട് മാത്രമേ സ്കൂളിൽ ചെല്ലൂ എന്നൊക്കെ അങ്ങനെ ഒരു നിർബന്ധം പിടിക്കുന്നതാണ്. ഇതേപോലെ തന്നെ അതായാലും ശരിയല്ല സാർ. അത് പ്രശ്നം എന്താ അറിയോ? അന്ന് നേരത്തെ ഒന്നും നമുക്ക് ഇത് വർഗീയതയില്ല, എല്ലാവരും ഒരു മനുഷ്യനായിട്ടാണ് കണ്ടത്. ഇന്നത് എല്ലാം വർഗീയതയിലൂടെ കാണുന്നത്. കാരണം നാല് മൈക്കോ ഒരു മീഡിയ മുമ്പിൽ വന്നല്ലേ ആ വർഗീയത പ്രസംഗിക്കുകയാണ്. വിഷം കുത്തിവെക്കുന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഇത് ഈ വടക്കേ ഇന്ത്യയിലേക്ക് ഇതൊക്കെ തിരിച്ചടികൾ തന്നെ കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നു. ഇനിയാണ് പാമ്പാനി പറഞ്ഞു ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലേക്ക് ലോകം വന്നിട്ട് നടക്കാനാവുന്നില്ലെന്ന്. ഈ പാമ്പാനി തന്നെയാണ് പറഞ്ഞത് 300 രൂപ സീറ്റിൽ വന്നാൽ ഞങ്ങൾ BJPക്ക് വോട്ട് കൊടുക്കുന്നത്. കിട്ടണം, ഇതൊക്കെ അനുഭവിക്കണം. ശരി, ശരി, സന്തോഷം. ഓരോരുത്തർ ഓരോ വോട്ട് പറഞ്ഞതിന് വേണ്ടി ആരും അനുഭവിക്കണം എന്ന് പറയുന്നവര് അത് ശരിയായ ഒരു നിലപാടല്ല സന്തോഷ്. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് പോകാം. പീതാംബരനാണ് പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, നിങ്ങൾ പള്ളുരുത്തിക്കാരിങ്ങനെ വിവാദത്തിന് നടുവിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്? ഹലോ, പറഞ്ഞോളൂ. പറയാം. ഇത് ഇന്നലെ തീർന്ന പ്രശ്നമാണ്. അതെ, അത് പിന്നെ മന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതൊരു സുപ്രീം കോടതി കിടക്കുന്ന ഒരു കേസിനെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് കാലക്രമേണ ഈ മുസ്ലിം സമുദായം ഇല്ലെങ്കിൽ ഇവിടെയുള്ള സ്കൂളുകളെല്ലാം പൂട്ടും. എല്ലാം വല്ല കല്യാണത്തിനോ മീറ്റിങ്ങിനോ ഒക്കെ കൊടുക്കേണ്ടി വരുന്ന ഗതികയിലാണ്. സെക്സ് അനുസരിച്ച് 40% കുട്ടികളും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാണ്. അത് ഏത് സ്കൂൾ എടുത്താലും. അങ്ങനെ പറഞ്ഞാൽ ഇത് നാളെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ അത് ഏത് കണക്കിലാണ് ശ്രീ പീതാംബരൻ ഏത് സ്കൂൾ എടുത്താലും 40% എന്നൊക്കെ പറയുന്നത്? അത് ചിലപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ സ്ഥലങ്ങൾ, കേരളത്തിലാകെ 40% മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് 40% എന്നൊക്കെ ഒരു വലിയ കണക്ക് പറയുന്നത്? ഞാൻ അതല്ല പറഞ്ഞത്, ഒരു സ്കൂളിലോ കണക്കാണ് ഞാൻ പറഞ്ഞത്. ചില സ്കൂളുകളിൽ 40% കാണും, ചിലടത്ത് 50, 60, 70, 90% കാണും. 1% പോലും ഇല്ലാത്ത സ്കൂളുകളും ഒക്കെ കാണും. അതൊക്കെ ഏറെ കുറഞ്ഞു നിൽക്കും. 40, 40 ഇത് തന്നെയാണ് തീർച്ചയായിട്ടും. അതേത് സ്കൂളെടുത്തു ഇത് പല കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളിത് അംഗീകരിക്കേണ്ടി വരും, സുപ്രീം കോടതി ഇത് അംഗീകരിക്കേണ്ടി വരും. അത് സൂചിപ്പിക്കല്ല, വിഷയമാക്കല്ല. ശരി, ഓക്കെ. ശ്രീ പീതാംബരനാണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇന്നലെ പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തെ വീണ്ടും കുത്തിപ്പൊക്കി വീണ്ടും എല്ലാത്തരം ആളുകൾക്കും അങ്ങനെ ഈ തക്കം പാർത്തിരിക്കുന്ന ശക്തികൾക്കൊക്കെ അവസരം കൊടുക്കുന്നത് പോലെ ആയിപ്പോയില്ലേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ? നമസ്കാരം സാർ. നമസ്കാരം സാറേ, എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ മന്ത്രിയുടെ ഇടപെടലില് വർഗീയ കലാപം ഉണ്ടാക്കുന്ന രീതിയിലൊരു സംഭാഷണമാണ്. ഞാൻ ചോദിക്കട്ടെ, BJP-ക്കാരാണ് കാവ്യ വസ്ത്രം ഇട്ട് തലയിലിട്ട് വന്നാലും സമ്മതിക്കോ? ഇല്ല. അത് ക്രിസ്ത്യാനിയാണെങ്കിൽ അല്ലാത്ത രീതി ചട്ടം മുണ്ടിട്ട് വന്ന സമ്മതിക്കോ? ഇല്ല. ഇത്തരം രീതികൾ വരും മുസ്ലിങ്ങളെ മാത്രം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കുറെ വോട്ടുകൾ കിട്ടണം. അടുത്ത ഇലക്ഷനുകൾ വരുന്നു, 2 ഇലക്ഷൻ വരുന്നു. ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ മന്ത്രിയുടെ ഇടപെടുണ്ടായത്. കാരണം വെച്ചാൽ മന്ത്രിയുടെ രീതിയെ കുറിച്ച് മുമ്പ് സാറ് ന്യായീകരിച്ചു മന്ത്രിയെ കുറിച്ച്. പക്ഷെ മന്ത്രിയുടെ നിയമസഭയിലെ പ്രകടനമെല്ലാം നമുക്കറിയാമല്ലോ. എത്ര ന്യായീകരിച്ചാലും മന്ത്രിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് TV ചാനലിലും എല്ലാ പരമ്പരയിലും വന്നിട്ടുള്ളത്. പക്ഷെ ശ്രീ തങ്കച്ചൻ, വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് വി ശിവൻകുട്ടി അങ്ങനെ ഒരു പരാജയപ്പെട്ട മന്ത്രിയോ ശരാശരിക്കാരനായ മന്ത്രിയോ ഒന്നും അല്ലല്ലോ. അദ്ദേഹം ഒരു മികച്ച മന്ത്രി തന്നെയല്ലേ. അദ്ദേഹം ഏത് വിഷയത്തിലാണ് അങ്ങനെ ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഒരു പരാജയം സംഭവിച്ചത്? ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് വീഴ്ചയുണ്ട്. അങ്ങനെ എല്ലാത്തിലും അത് എന്ന് കരുതി ഇതിനു മുമ്പുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹം വീഴ്ചയായിരുന്നു എന്ന് പറയാൻ കഴിയുമോ? അല്ല, അങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ആലോചിച്ച് വേണം, ചിന്തിച്ചു വേണം ഒരു കാര്യങ്ങൾ പറയാൻ. പക്ഷെ മന്ത്രി എന്ന നിലയ്ക്ക് നമ്മൾ അയാളുടെ ആ മന്ത്രിയാന്നുള്ള രീതി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതില്ലാത്ത രീതിയിലാണ് മന്ത്രി പെരുമാറുന്നത്. തങ്കച്ചൻ അതെല്ലാം സമ്മതിച്ചു. ശിവൻകുട്ടിയുടെ രീതി മറ്റു മന്ത്രിമാരിൽ നിന്നും അങ്ങനെ പോളിഷ്ഡായ ഒരു രീതിയല്ല. അദ്ദേഹം ജനകീയ പോരാട്ടങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഒരു മനുഷ്യനാണ്. അതിൻ്റെതായ പ്രത്യേകതകളും ഒക്കെ ഉള്ള ഒരാളൊക്കെയാണ്. പക്ഷേ മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം എപ്പോഴും ഇങ്ങനെയാണ്, ഒരു മോശപ്പെട്ട ആളാണ് എന്ന് എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? അതിന് എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടോ? അല്ല, അതല്ല ഞാൻ പറയും. മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചാണ് പറഞ്ഞത്. മറ്റുള്ള മന്ത്രിയുടെ പ്രവർത്തനെ കുറിച്ചില്ല, മന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞു. നയനാരുടെ കാലത്താണ് യൂണിഫോം കൊണ്ടുവന്നത്. അതിനോട് ഞാൻ എപ്പോഴും യോജിക്കുന്ന ഒരു കക്ഷിയാണ്. യൂണിഫോം പാവപ്പെട്ട ഒരു മുതലാളിത്വം ഇല്ലാതെ തരംതിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഒരു യൂണിഫോം കൊണ്ടുവന്നതാണ്. അത് നല്ല കാര്യമാണ്. എന്റെ കുട്ടികളും പഠിക്കുന്ന യൂണിഫോം അല്ലെങ്കിൽ ഇന്ന് 10 രൂപ ഡ്രസ്സും കൊണ്ട് അല്ലെ 100 രൂപ ഡ്രസ്സും കൊണ്ട് എന്റെ പിള്ളേർ പോകുമ്പോൾ അത് 1000 രൂപ ഡ്രസ്സും കൊണ്ട് വരുമ്പോൾ അത് വേണമെന്ന് നിർബന്ധിക്കും. പക്ഷെ അതിനൊക്കെ നല്ലൊരു നടപടി നയനാരുടെ സർക്കാർ യൂണിഫോം കൊണ്ടുവന്നത്. അതിനെപ്പോഴും അഭിമാനിക്കണം. നമ്മൾ ചെയ്ത കാര്യം നല്ലതാണ് പറയണം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ തങ്കച്ചൻ. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്കും ഒക്കെ പോകേണ്ടതുണ്ട്, അതുപോലെ യൂട്യൂബിലെ കമന്റുകളിലേക്കും വരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ ശ്രീ ബിജു ആണ് കോട്ടയത്ത് നിന്നും. ഇന്നലെ സ്കൂളിൽ ഹിജാബുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങിയതായിരുന്നു. അതിനുശേഷമാണ് മന്ത്രിയുടെ ഒരു കുറിപ്പ് വരുന്നത്. അതോടുകൂടി വീണ്ടും SDPI ഒക്കെ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹിജാബ് ധരിച്ചു പോകാനുള്ള അവകാശം വേണമെന്ന്, സർക്കുലർ വേണമെന്ന് ആവശ്യമായി വരുന്നു. എതിരെ BJP വരുന്നു, കാസ അണിനിരക്കുന്നു. അങ്ങനെ ആകെക്കൂടി ജഗപുകയാവുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ തക്കം പാർത്തിരുന്ന സർവ്വശക്തികളും ഒരുപോലെയാണ് ചാടി വീണത് 4 വഴിക്ക് നിന്നും. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയത് മന്ത്രിയുടെ പ്രസ്താവനയാണോ? അതിലൊരു ജാഗ്രത കുറവുണ്ടായോ? ഈ വിഷയമാണ്. ബിജു, താങ്കൾക്ക് പ്രതികരിക്കാം. ഈ കന്യാസ്ത്രീകൾ നടക്കുന്ന സ്കൂളിലേക്ക് പിള്ളേരെ വിട്ടാൽ ഞാനിപ്പോ ഒരു 19 വയസ്സുള്ള ഒരാളാണ്. ഞാനൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഇവരുടെ ഉള്ളുമാരുടെയൊക്കെ സ്കൂളിൽ പഠിച്ചാൽ പൊട്ടു തൊട്ടോണ്ട് എല്ലാം പറ്റത്തില്ല. പൊട്ടു തൊട്ടോണ്ട് തന്നെ അവർ സ്കൂൾ ക്ലീൻ ചെയ്യിപ്പിക്കുക, അതാ പരിപാടി. പിന്നെ വൈകുന്നേരം പള്ളിയിൽ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും അത്രയുള്ള ഇവളുമാർക്കൊക്കെ സ്കൂൾ അനുവദിക്കുന്നവരെ വേണം പറയാം. ഉള്ള സ്കൂളും മറ്റേ താങ്കൾ സംസാരിക്കുമ്പോൾ കുറെ കൂടി മാന്യമായി സംസാരിക്കുക.
അങ്ങനെയല്ലല്ലോ. ഒരു കന്യാസ്ത്രീകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അങ്ങനെയാണോ കന്യാസ്ത്രീകളൊക്കെ ബഹുഭൂരിപക്ഷം എനിക്ക് അനുഭവമുള്ള കാര്യം ഞാൻ പറയുന്നത്. താങ്കൾക്ക് അനുഭവമുള്ളതാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഈ താങ്കൾ നിർത്തും. താങ്കൾ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകണ്ട ബിജു. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സാധാരണക്കാരായ മനുഷ്യർക്ക്, ദരിദ്രരായ മനുഷ്യർക്ക്, ദളിതരായ മനുഷ്യർക്ക് വിദ്യാഭ്യാസ അവസരം ഒരുക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചവരാണ് കേരളത്തിലെ ഈ സഭകളൊക്കെ. അവർ തുടങ്ങിയ സ്കൂളുകളിലൂടെ നിരവധി പേർക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ കിട്ടിയതാണ്. അതിന് യാതൊരു സംശയമില്ല. അവരെ കുറിച്ച് താങ്കൾക്ക് വിമർശനമുണ്ടെങ്കിൽ അത് പറയാം. അതിന് പകരം കന്യാസ്ത്രീകളെ പറയുമ്പോൾ മാന്യമായ ഒരു ഭാഷയിലൊക്കെ പറയണം. അതൊരു മര്യാദയാണ്. ചില കന്യാസ്ത്രീകൾ ഉണ്ടെങ്കിൽ ആരെ കുറിച്ച് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ മാന്യമായ രീതിയിൽ വേണം പറയാൻ. താങ്കൾക്കുള്ള അനുഭവം ആയിക്കോ, പറഞ്ഞോ, പക്ഷെ അത് മാന്യമായി പറയാനല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഒരു ചെറിയ പെങ്കൊച്ചിനെ അവര് തൃപ്പൂണിത്തുറ സ്കൂളിൽ കൊണ്ടുവന്ന് അവര് പുറത്തിറങ്ങി. ആ കൊച്ചിനുണ്ടായ അനുഭവം ആ കൊച്ചിനറിയാം. നിങ്ങൾ സംസാരിക്കുന്നത് പോലല്ല. ആ കൊച്ചിനെ പുറത്തിറക്കി തുണി ഊരിപ്പിക്കുക അതൊന്നും അല്ല ചെയ്യേണ്ട കന്യാസ്ത്രീകൾ. ഏത് കൊച്ചിനെ തുണി ഊരിപ്പിച്ച്? ശരി, ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് ഇടയ്ക്ക് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ ആരോടോ ദേഷ്യം കിടക്കുന്നു, അങ്ങനെ ദേഷ്യത്തിൻ്റെ പേരിൽ അങ്ങനെ പറഞ്ഞിട്ട് പോകുക. അതൊരു പൊതു സമൂഹത്തിലും പൊതുസഭയിലും ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനുപയോഗിക്കേണ്ട ഭാഷ മാന്യമായിരിക്കണം. അല്ലാതെ മാന്യമല്ലാത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കരുത്. വിമർശനമൊക്കെ ഉന്നയിക്കാം. കന്യാസ്ത്രീകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ വിമർശനം ആളുകളുണ്ടെങ്കിൽ അത് പറയാം, പക്ഷേ മാന്യമായി പറയണം. തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഒന്ന് തീരാൻ പോയ പ്രശ്നത്തെ വീണ്ടും ആളിക്കത്തിക്കേണ്ട കാര്യമുണ്ടായിരുന്നു? ഹലോ, നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. നമസ്കാരം. ആളി കത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഇതുപോലെ തട്ടമിട്ടുകൊണ്ട് നമ്മുടെ ഒപ്പം ഉള്ള കുട്ടികൾ പഠിച്ചിരുന്നു. അപ്പൊ അതേ ഡ്രസ് കോഡ് ഒരു സ്കൂളിന്റെ നിയമത്തിലുള്ളതാ എങ്കിൽ അതേപോലെയുള്ളൂ. ആ യൂണിഫോം നിറം വരുന്ന പറഞ്ഞ് തട്ടമിട്ടു എന്ന് ഓർത്ത് പ്രശ്നമില്ല. പക്ഷെ അതെല്ലാം വിവാദമാക്കുന്നത് ഈ നമുക്ക് ഈ കേരള സമൂഹത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളും നാണിപ്പിക്കുന്ന രീതിയിലുള്ള വർഗീയതയാണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും വർഗീയതയാ. ഇതാരാ ഇതിന്റെ നേട്ടം ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതിന്റെ നേട്ടം ഉണ്ടാക്കുന്ന പുരോഹിത വർഗത്തിൽപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളിലുള്ള അവർക്കാണ് ഇതിന്റെ ആവശ്യം, അല്ലാണ്ട് സാധാരണക്കാരനല്ല. അവനാണ് ഇതിന്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പണ്ടത്തെ വർഗീയത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അന്ന് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കാലത്താണ്. ഇന്ന് എല്ലാവരും വളരെ വിദ്യാഭ്യാസ സമ്പന്നരായ ആളുകളാണ് ഇന്ന് നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. അവർ ഈ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ഈ നാടിന്റെ പോക്ക് എത്ര അപകടത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാ വസ്ത്രം ധരിച്ചു വരാമെന്നല്ലോ. ഒരു തട്ടോട്ട് അവർ വന്നു എന്നോർത്ത് നമ്മളതിനെ മോശമായിട്ട് കാണുന്ന ഒരു നിലപാട് ഇന്ന് നമ്മളെ എല്ലാ മേഖലകളിലും നമ്മളത് അതിന്റെ പുറകിൽ നിന്നുള്ള എല്ലാം കിരൺ ബാബുവിനൊക്കെ അറിയാലോ. നമ്മൾ ഡെയിലി സംസാരിക്കുന്ന ആദ്യം മനസ്സിലാക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ നാട്. അതെ, അത് തന്നെയാണ് ശ്രീ തോമസ് പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മളൊരു വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏത് വിഷയത്തെ നിങ്ങൾക്ക് മതപരമായും വർഗീയമായിട്ടും ഒക്കെ സമീപിക്കാം. അങ്ങനെയല്ല, ഇത് മനുഷ്യന്റെ വിഷയമായി കണ്ട് അതിനെ ആ തരത്തിൽ പരിഹരിച്ചു പോവുകയും ഒക്കെ ചെയ്യാം. എപ്പോഴും ഒരു ഭാവം മറുഭാഗത്തിനും മറുഭാഗം തിരിച്ചുമൊക്കെ പ്രകോപനം എല്ലാ ഭാഗത്തും ഇങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് എല്ലാ മതത്തിലെയും വർഗീയ ശക്തികളുടെ ഒരു പൊതു രീതിയാണ്. ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കി അത് എതിരാളികളുമായി നിരന്തരം ശത്രുതയിൽ ഏർപ്പെടുക, അവരുമായി തർക്കത്തിൽ ഏർപ്പെടുക, അതുവഴി അവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലെ തീവ്രവാദികളെ ആരെങ്കിലും കൂടെ കൂട്ടുക. അപ്പോൾ അവരുടെക്ക് റെലവൻസ് ഉണ്ടാവണമെങ്കിൽ നിരന്തരം വർഗീയ വിഷയങ്ങൾ ഉണ്ടാവണം. നമുക്ക് ചില കമൻറ്റുകൾ കൂടി വായിക്കാം. നാളെ ഒരു വനിതാ DGP എൻ്റെ തൊപ്പിക്ക് മുകളിൽ ഹിജാബ് വേണമെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? യൂണിഫോമിൻ്റെ മൂല്യം എന്താണ്? ശബ്ദം ആണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അത് ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ താങ്കൾക്കറിയില്ലേ, പോലീസിന് യൂണിഫോമിന് രീതിയുണ്ട്. അതാണോ സ്കൂൾ യൂണിഫോമിൻ്റെ രീതി? സ്കൂളിൽ ഇതൊക്കെ അനുവദിക്കുന്ന സ്കൂളുകളും അനുവദിക്കാത്ത സ്കൂളുകളും ഒക്കെ ഉണ്ട്. അത് അനുവദിക്കുന്നില്ലെങ്കിൽ ആ സ്കൂളിൻ്റെ രീതി അതാണെന്ന് കണക്കാക്കുക, അനുവദിക്കുന്നെങ്കിൽ ആ സ്കൂളിൻ്റെ രീതി അതാണെന്ന് കണക്കാക്കുക. അല്ലാതെ അനുവദിക്കുന്ന സ്കൂളുകൾ ശരിയാണെന്നോ മറ്റേത് തെറ്റാണെന്നോ ഒന്നും പറയേണ്ട കാര്യമില്ല. പോലീസിൻ്റെ യൂണിഫോം പോലെ അല്ല നിങ്ങൾ സ്കൂൾ യൂണിഫോം എന്നതെങ്കിലും ഒരു സാമാന്യ ബോധമെങ്കിലും വെക്കുക. ഇത്തരം കമൻറ്റുകളൊക്കെ ഇത് ബോധപൂർവ്വമിട്ട കമൻറ്റാണെന്ന് വ്യക്തമാണ്. അല്ലാതെ അവർക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നും അല്ല എന്നും അറിയാം. ഓപ്പറേഷൻ കഴിഞ്ഞ് തിയേറ്ററിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ എളിച്ചു കാണിച്ച് സപ്പോർട്ട് ചെയ്യുന്ന അന്തങ്ങളാണ് കേരളത്തിൽ എന്നൊക്കെ സുനിൽകുമാർ പറയുന്നു. മിസ്റ്റർ ദാസൻ, യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്, വാല്യുബിൾ പോയിന്റ്സ്, ഗുഡ് ഫോർ ഹെൽത്തി ഡിബേറ്റ് എന്ന് പറയുന്നു. പ്രദീപ് കുമാറാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ശശിധരൻ VG പറഞ്ഞു യൂണിഫോം മീൻസ് യൂണിഫോമിറ്റി എന്ന് പറയുന്നു. അതോടൊപ്പം
ജയചേച്ചി പറഞ്ഞത് ശരി, പറ്റുന്ന സ്കൂളുകൾ പോവുക എന്ന് സുനിൽകുമാർ പറയുന്നു. ശശിധരൻ വി ജി പറയുന്നു. ശ്രീമതി ജയ അഭിപ്രായം കൃത്യമായി പറയുന്നു. കോടതി വിധിയും ഇപ്രകാരം തന്നെ എന്ന് പറയുന്നു. ശക്തിമാൻ MLA ബീരാൻകുട്ടിയുടെ അടവുകൾ എന്ന് പറയുന്നു. അതെനിക്ക് മനസ്സിലായില്ല, ശിവൻകുട്ടിയായിരിക്കും പിന്നെ ബീരാൻകുട്ടി എന്ന് ഉദ്ദേശിച്ചത്. ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ ഉദ്ദേശിക്കാം. മറ്റേ മോഹനൻ എന്ന് പറയുന്ന ഒരാൾ മോശപ്പെട്ട ഒരു കമൻ്റാണ് എഴുതിയിരിക്കുന്നത്. പുള്ളിക്ക് താല്പര്യമുള്ള ചില വിഷയമൊക്കെയാണ് അദ്ദേഹത്തിന് എഴുതിയിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതുപോലെ വീണ്ടും കമൻറ്റുകളൊക്കെ വൃത്തികെട്ട കമൻറ്റ് ഇട്ടാൽ എങ്ങനെ വായിക്കുമെന്ന് എന്തായാലും രാജീവ് തന്നെ ചോദിച്ചിരിക്കുന്നു. അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. അങ്ങനത്തെ കമൻറ്റുകൾ വായിക്കാൻ കഴിയില്ല. ചിലപ്പോൾ അറിയാതെ നമ്മൾ ഈ സ്പീഡിൽ വായിക്കുന്ന കൂട്ടത്തിൽ മുഴുവൻ വായിക്കാതെ വായിക്കുമ്പോഴാണ് ചിലപ്പോൾ ചിലതൊക്കെ അങ്ങനെ വന്നു പോകുന്നത്. താൻ വിഷമിക്കേണ്ട, പണ്ട് കാലങ്ങളിൽ എല്ലാവരുടെയും അപ്പനും അമ്മയും ഒക്കെ കിടന്നുറങ്ങിയത് ചാണകത്തറയിൽ തന്നെയാണ്. ഇപ്പോൾ ചാണകത്തോട് പുച്ഛം, പശുവിനെ അടിവിട്ട് മുടി വരെ തിന്നും, പക്ഷേ ചാണകം കണ്ടാൽ വെറുപ്പ് എന്ന് പറയുന്നു. ശ്രീ പ്രദീപ്, ചാണകം കണ്ടാൽ വെറുപ്പും ഉള്ളതുകൊണ്ടല്ല മനുഷ്യർ അതിനെ എതിർക്കുന്നത്. ചാണകത്തെ ഒരു എതിരാളികൾക്കെതിരെയുള്ള ഒരു വർഗീയ ആയുധമാക്കി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആളുകൾ അതിനെ ആ തരത്തിൽ പറയുന്നത്. അല്ലാതെ ചാണകത്തോടെ ഏതെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടല്ല ആളുകൾ പറയുന്നത് എന്നെങ്കിലും മനസ്സിലാക്കുക. അതിൻ്റെ പൊളിറ്റിക്സാണ് ശ്രീ പ്രദീപ് കുമാർ ആളുകൾ എതിർക്കുന്നത്. നേരം പിന്നെ മറ്റൊന്ന്, കുറേ കമൻറ്റുകളൊക്കെ പരസ്പരമുള്ള തർക്കങ്ങളാണ്. എടോ കിരൺ, താൻ ഈ തീവ്രവാദികളെ വെള്ളപൂശുന്ന പണി ഏറ്റെടുക്കരുത്. ഒരു സ്കൂളിൻ്റെ ഡ്രസ് കോഡ് എല്ലാവരും അനുസരിക്കണം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഇങ്ങനെ തന്നെയല്ലേ ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റേ സിനിമയിൽ ചോദിക്കുന്ന പോലെ ചോറ് എന്ന് തന്നെയല്ലേ ചോദിച്ചതെന്ന് തന്നെയാണ് മനോജിനോട് ചോദിക്കാനുള്ളത്. എന്തായാലും മന്ത്രിക്ക് അക്കങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാമോ കിരൺജി എന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുന്നു. ശ്രീ സുനിൽകുമാറിന് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. എന്തായാലും കേരളത്തിൽ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും ഭരണത്തിലും പൊതുരംഗത്തുമൊക്കെ പരിചയം കൊണ്ടുമൊക്കെ ദീർഘകാല അനുഭവമുള്ള പക്വതയുള്ള നേതാവ് തന്നെയാണ് വി ശിവൻകുട്ടി. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ എതിർപ്പുണ്ടെങ്കിൽ ആ നിലപാടുകളൊക്കെ നമുക്ക് എതിർപ്പുണ്ടെന്ന് പറയാം. ഇപ്പോഴത്തെ ഈ നിലപാടിലടക്കം നമ്മൾ എതിർപ്പ് പറയാം. പക്ഷേ അതെന്ന് കരുതി വ്യക്തിപരമായി മോശപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ശാസ്ത്രബോധമുണ്ടായാൽ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും ഭാഷയുടെയും വേഷത്തിൻ്റെയും പേരിൽ ഭിന്നിപ്പിക്കാൻ കഴിയാതെ വരും. ശാസ്ത്രബോധം, മാനവികത, ചരിത്രം, ഭരണഘടനയുടെ ആമുഖം എന്നിവ സ്കൂളുകൾ പഠിപ്പിക്കണം. ഡോക്ടർ MB മണിയാണ് നമ്മുടെ പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. ഷൊർണൂരുള്ള ഡോക്ടർ MB മണിയുടെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട അഭിപ്രായം തന്നെയാണ്. ശാസ്ത്രബോധമാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. ശ്രീനാരായണ ഗുരുവിനോട് തന്നെ മതം പഠിപ്പിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീനാരായണ ഗുരു നൽകുന്ന ഉത്തരം മതമല്ല പഠിപ്പിക്കേണ്ടത്, ശാസ്ത്രമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്ന് തന്നെയാണ്. അങ്ങനെ ശാസ്ത്രം പഠിച്ചു വേണം കുട്ടികൾ വളരേണ്ടത്. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. മതം പഠിക്കുന്നതിനോട് ആരും എതിരെന്നല്ല പറയുന്നത്, പക്ഷേ ശാസ്ത്രം പഠിക്കുന്നതിന് തന്നെയായിരിക്കണം പ്രാധാന്യം, ശാസ്ത്രീയ ചിന്തയ്ക്ക് തന്നെയായിരിക്കണം പ്രാധാന്യം. അങ്ങനെയാണെങ്കിൽ ഇത്തരം തർക്കങ്ങൾ, ഇത്തരം വർഗീയത കടന്നു വരില്ല. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്ന്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് പറയാം. ഞാൻ ആ ബിജു എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ടേ, ആരാണ്? കന്യാസ്ത്രീമായി ബിജു എന്ന് പറഞ്ഞാലോ സിസ്റ്റർമാര് അവളുമാരെന്നൊക്കെ വളരെ മോശമായിട്ട് അയാൾ. ഞാനത് പുള്ളിയോട് പറഞ്ഞു, അന്നേരം തന്നെ പറഞ്ഞു. ഞാൻ സിസ്റ്റർമാര് പഠിച്ച സ്കൂളിലാണ് പഠിച്ചത്, കഥേക്കാട് വിമല മത ഹൈസ്കൂളില്. അവിടെ സ്കൂൾ ഫുൾ സിസ്റ്റർമാർ, ഒരു കുഴപ്പമില്ല. നമ്മള് ചന്നക്ക് എന്ത് അവിടെ പോവാം, ഒരു പ്രശ്നമില്ല. എന്റെ പെങ്ങന്മാരെ പിള്ളേരും വർഷങ്ങൾക്ക് ശേഷം അവിടെ പഠിച്ച് എല്ലാത്തിനും A+ കിട്ടിയ. ഇയാളെ പോലുള്ളവനെയൊക്കെ വിളിപ്പിക്കില്ല, ഫോൺ കട്ട് ചെയ്യണം. ആളുകൾ വിളിക്കുന്ന ആളുകളോട് അയാളെ സ്കൂളിൽ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോയിക്കണം. അതുകൊണ്ട് അവർ ഈ പറഞ്ഞു, അതുകൊണ്ടായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ പറയാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷെ വിമർശനം പറയുമ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഓരോരുത്തരും വിമർശിക്കുന്നതിന് അതിന് ഉപയോഗിക്കേണ്ട ഭാഷയുണ്ട്, അതിന്റെ ഒരു മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാതിരിക്കുന്നത് ശരിയല്ല. ശരി. ശ്രീ ഷാജിയാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞാൻ ഈ വിഷയത്തല്ല, ഈ മക്കളൊക്കെ നടന്നു പോണ വഴിക്ക് ഇടവഴിക്കൊക്കെ നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കുന്നുണ്ട്. അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് വിഷയ താരത്തിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. അങ്ങനെയല്ല ശ്രീ ഷാജി, ഈ കേരളീയ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ വരുമ്പോൾ ആ അപകടത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായിരിക്കേണ്ടതും ജനങ്ങൾ ജാഗ്രതയോടുകൂടി കൽപ്പിക്കേണ്ട. ഇത് അത്രയും നിങ്ങൾ നല്ല ഒരു ചാനലാണ്, ഇത്രയും പ്രാധാന്യം കൽപ്പിക്കേണ്ടതുണ്ട് ഈ നിസ്സാരമായ വിഷയമൊക്കെ. ശരി, ഓക്കെ. അത് പിള്ളേർക്ക് വഴി കൂടെ നടന്നു പോകാൻ പറ്റില്ല, നായ്ക്കൾ ഓടിച്ചിട്ട് കടിക്കുകയാണ്. നായ്ക്കൾക്ക് താങ്കൾ പറഞ്ഞത് ശരിയാണ്. നായ്ക്കൾക്ക് അങ്ങനെ ജാതിയും മതവും ഒന്നുമില്ല കടിക്കുന്നതിന്. അവരുടെ മുന്നിൽ കിട്ടുന്ന ആളിനെ അത് കടിക്കും. അത്ര പോലും ബോധമില്ലാതെ ജാതി മതം നോക്കി കടിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അവരുടെ ഒന്നും പറയാനില്ല. ശരി, ഓക്കെ ഷാജി.
ശ്രീ ദാമോദരനാണ്, തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദാമോദരൻ, ഈ പരിഹരിക്കപ്പെട്ട ചില വിഷയങ്ങൾ എപ്പോഴും നിയമം കൊണ്ട് മാത്രമല്ല പരിഹരിക്കേണ്ടത്, അതിന് ഒരു പക്വത, തന്ത്രജ്ഞത എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ ഒരു പ്രത്യുൽപ്പന്ന മതിത്വത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് യാന്ത്രികമായ തീരുമാനങ്ങൾ എടുക്കാനും പ്രസ്താവന നടത്താനും പോയി കഴിഞ്ഞാൽ ഈ തരത്തിലേക്കുള്ള അപകടങ്ങളിലേക്ക് പോയി വീഴില്ലേ? സാർ നമസ്കാരം. സാർ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ ഇത്രയും സെൻസിറ്റീവായൊരു വിഷയത്തില് നമ്മളത് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ എല്ലാ ഒരു കാര്യങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയത്തില് കുറച്ചും കൂടി ശ്രദ്ധിച്ച് രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ മന്ത്രി പ്രസ്താവനകൾ ഇറക്കേണ്ടതായിരുന്നു എന്നാണ് ഒരു അഭിപ്രായം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം സ്കൂൾ അവിടെ അടച്ചിട്ടിരുന്നു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കണം. കാരണം സ്കൂള് റണ്ണിങ് അല്ല, 2 ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വന്നു. അപ്പൊ അത് എന്തോ ഒരു വിഷയമില്ലാണ്ട് സ്കൂൾ 2 ദിവസം അടച്ചിടേണ്ടി വരില്ല. പുറമേ നിന്ന് ആളുകളുടെ ഇടപെടലുണ്ടായിരുന്നു, സ്കൂള് നടത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓൾറെഡി അതൊരു റിലീജിയസ്ലി ഒരു പ്രശ്നം സ്റ്റാർട്ടായിട്ട് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കാം. അതുകൊണ്ടാണല്ലോ ഈ ഒരു സംഭവം ഇങ്ങനെ ആയത്. അപ്പോൾ അത് മന്ത്രി അതിൽ ഇടപെട്ട് അതിലൊരു പ്രസ്താവന പറയുമ്പോൾ അത് വൺ സൈഡഡ് ആവരുത്. അതായത് ഒരു സൈഡ്, നമ്മൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊരു മന്ത്രിസ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ആ രാഷ്ട്രീയ പ്രവർത്തകന് മേലെ നമ്മളൊരു രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ അവിടെ പ്രത്യേകിച്ച് നമ്മൾ പറയാലോ, മന്ത്രി എന്തുകൊണ്ടാണ് പ്രസ്താവന ഇറക്കിയത്, അതിന്റെ പൊളിറ്റിക്സ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അവിടെ പൊളിറ്റിക്സ് വരാൻ പാടില്ലായിരുന്നു. ആ പൊളിറ്റിക്സ് ആണ് പ്രശ്നങ്ങളെ കൂടുതലും വഷളാക്കാൻ ശ്രമിച്ചത്. അതിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ 2 സൈഡിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ പ്രോസ് ആൻഡ് കോൺസും അവരുടേതായ ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ നാളെ ഇപ്പൊ ഞാനൊരു ജയിൽ ദിഗംബരൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. എനിക്ക് എന്റെ മതാചാര പ്രകാരം എനിക്ക് തുണിയിടാണ്ട് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് സമ്മതിക്കും. അതായത് ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ ഇന്ന് തലയ്ക്കും ഒരു ഷോളാണ് പറഞ്ഞത്, നാളെ അത് പറഞ്ഞാവാം, മറ്റന്നാൾ ഇതാവും. അത് ചോദിക്കണ അവകാശങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകൾ തീരുമാനം എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു. അതായത് 2 കൂട്ടർക്കും ഇതിപ്പോ വൺ സൈഡ്, ചെറിയൊരു വൺ സൈഡ് ആയതാണ് ഈ വിഷയത്തിൽ മുഴുവൻ കാരണമായത്. വളരെയധികം പറഞ്ഞ പോലെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണം. കാരണം വെറും ഒരു പൊളിറ്റിക്കൽ ലീഡർ അല്ല ഇത് പറഞ്ഞത്, ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആ മന്ത്രിയുടെ തീരുമാനങ്ങൾ സ്റ്റേറ്റിനെ ബാധിക്കുന്നതാണ്. ഇത്തരം സമൂഹവുമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രതയാണ്. അത് സമൂഹത്തിന്റെ പൊതു സൗഹാർദ്ദം, പൊതു സമാധാനം അത് നിലനിർത്തത്തക്ക രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ റഹീസാണ് വയനാട് നിന്നും. ശ്രീ റഹീസ്, താങ്കൾ എങ്ങനെയാണ് ഈ ഇത്തരം ഒരു വിഷയത്തെ കാണുന്നത്? സമാധാനമായ വിഷയം പിന്നീട് വീണ്ടും വഷളാവാനുള്ള കാരണം എന്താണ്? അല്ല, ഇത് കേരളത്തിന്റെ ഏറ്റവും അഭിമാനപൂർവമായിട്ടുള്ള ഒരു മന്ത്രിയാണ് ശിവൻകുട്ടി പറയുന്നത്. അദ്ദേഹം ഒരു ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മതം കലരാതെ വിദ്യാഭ്യാസ സംവിധാനം പുതിയ കുട്ടികൾക്ക് എങ്ങനെ കൊടുക്കണമെന്ന് മാതൃകയായിട്ടുള്ള ഒരാളാണ്. പിന്നെ പൊളിറ്റിക്സ് പരമായിട്ടൊക്കെ ഉള്ള പല തീരുമാനങ്ങൾ പല ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവും. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്നലെ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് അത് എല്ലാ സ്കൂളുകൾക്കും, അത് ഏത് മാനേജ്മെന്റ് ആവട്ടെ, നിലവിലിപ്പോ മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്നതായാലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നടത്തുന്നതായാലും ഇനി ഹിന്ദു കമ്മ്യൂണിറ്റി നടത്തുന്നതായാലും ഒക്കെ സ്കൂളുകളിൽ കുട്ടികളെന്ന് പറയുന്നത് പൊതുസ്വത്താണ്. ഈ പൊതുസ്വത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള മതാചാരങ്ങൾ ഉണ്ടാവാം, നമ്മള് ജീവിക്കുന്നത് ഇന്ത്യയിലല്ലേ. ഈ ഇന്ത്യയില് അവനവന്റെ ശ്രീ റഹീസ്, അതിനകത്ത് മറ്റൊരു വിഷയമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്കൂളുകൾ ഉണ്ടാവാം, പക്ഷേ ഒരു സ്കൂളിന് നിശ്ചയിക്കാൻ അധികാരമുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾ അങ്ങനെ മതചിഹ്നങ്ങളൊന്നും ധരിക്കേണ്ടതില്ല, ആ സ്കൂളിലെ കുട്ടികളെല്ലാം തുല്യരായി വേഷം ധരിച്ചു വന്നാൽ മതി, അങ്ങനത്തെ ഒരു യൂണിഫോം മതി എന്ന് ആ സ്കൂളിന് തീരുമാനിച്ചാൽ അതനുസരിക്കാൻ ആ സ്കൂൾ പഠിക്കുന്ന കുട്ടികളെല്ലാം ബാധ്യസ്ഥരാണ്. അതാണ് നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സ്കൂളുകൾ ഫ്ലെക്സ് അടിച്ച് വെക്കട്ടെ, ഈ സ്കൂളിന്റെ തീരുമാനങ്ങൾ ഇങ്ങനെയാണ്. അത് ഒപ്പിട്ട് കൊടുത്തിട്ടല്ലേ ഏത് സ്കൂളിലായാലും ചേരുമ്പോൾ ആ സ്കൂളിന്റെ യൂണിഫോമിനെ സംബന്ധിച്ചുള്ള ഇന്ന നിറത്തിലുള്ള ഇന്ന യൂണിഫോമാണ് ഞങ്ങളുടെ സ്കൂളിനുള്ളത്, അത് നിക്കറാണോ അല്ലെങ്കിൽ പാൻസ് ആണോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ചുരിദാറാണോ പാവാടയാണോ അങ്ങനെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോട്ടാണോ, അതെല്ലാം കൃത്യമായി അവരുടെ നിബന്ധനകളിൽ കാണുമല്ലോ. പൊട്ടു തൊട്ട് വരാം, കൊന്തമാല തൂക്കി വരാം, ഹിജാബ് ഇട്ട് വന്നാൽ മാത്രം പ്രതിസന്ധി എന്ന് അങ്ങനെയല്ല ശ്രീ റഹീസ്. അത് അങ്ങനെ റഹീസ് അങ്ങനെ കാണുന്നത് തീരെ ശരിയല്ല. പൊട്ടു തൊട്ട് വരാം, പൊട്ടു തൊട്ട് വരുന്നവരെല്ലാവരും ഒരു മതക്കാരാണോ? അങ്ങനെ ശ്രീ റഹീസ്, അത് എങ്ങനെയാണ് താങ്കൾ അങ്ങനെ പറയുന്നത്? പൊട്ടു തൊട്ട് വരുന്ന എല്ലാം ഒരു മതക്കാരാണോ? എല്ലാ മതക്കാരും പൊട്ടു തൊടും.
ചില ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്ന സ്കൂളുകളിൽ വ്യക്തമായിട്ട് വർഗീയ ചിന്താഗതിയോട് അല്ല അത് കാണും, അതില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ താങ്കൾ ഇതിൽ വർഗീയത കലർത്താൻ ശ്രമിക്കുന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. എല്ലാ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകളും ഒരു വർഗീയതയില്ലാത്ത സ്കൂളുകളാണെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാ പല മാനേജ്മെന്റും അങ്ങനെ പല താല്പര്യങ്ങളും കാണും. തൊട്ട് വന്നവനും സ്വന്തമാരെ തൂക്കിയവനും തൊപ്പിയിട്ട് വന്നവനും ഒരുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അങ്ങനെ പോകുന്നതിന് യാതൊരു തടസ്സവുമില്ലല്ലോ കേരളത്തിൽ. അതെ ഞാൻ അത് പറഞ്ഞു മുഴുവിക്കുന്നതിന് മുന്നേ അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ കുട്ടികളെ കൊന്തയിട്ടായാലും തൊപ്പിയിട്ടായാലും കുറി തൊട്ടാലും ഒന്നും കുട്ടികളെ വിടേണ്ട കാര്യമില്ല. കുട്ടികളെല്ലാം സാധാരണ രീതിയിൽ പഠിക്കട്ടെ, അവരെല്ലാം നല്ലതായി പഠിക്കുന്ന അങ്ങനെ പഠിക്കുന്നതല്ലേ നല്ലത്. എല്ലാ പരിഷ്കൃത സമൂഹത്തിലും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മാനേജ്മെന്റ് സ്കൂളുകൾ മാറ്റിയിട്ട് എല്ലാം സർക്കാർ സംവിധാനങ്ങൾ വരട്ടെ. അല്ലെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടാകുന്നത് ഈ നാട്ടിൽ? ഇതുകൊണ്ട് എന്താ പ്രതിസന്ധി ഉണ്ടാകുന്നത്? മെജോറിറ്റിയിൽ ഭൂരിപക്ഷം, മുഴുവൻ പറയുന്നില്ല, ഭൂരിപക്ഷവും ചില ആളുകൾ വർഗീയ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുങ്ങളെ പഠിക്കുന്നത്. താങ്കളല്ലേ പെട്ടെന്ന് തന്നെ ഇതിനെ ഒരു വർഗീയതയാക്കിയത്? താങ്കൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ തന്നെ പെട്ടെന്ന് കൊണ്ടൊരു വർഗീയതയാക്കിയല്ലേ? പൊട്ട് തൊട്ടതിനെ അനുവദിക്കാം എന്നൊക്കെ പറയുന്നു. പൊട്ട് ഏതെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നമാണോ? അല്ല കിരൺ സാർ എന്റെ പേര് ഉദ്ദേശിച്ചിട്ട് ഒരു വർഗീയ, താങ്കളുടെ പേര് ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ ഇത്രയും നേരം ഓരോരുത്തരോടും പറഞ്ഞതൊക്കെ താങ്കൾ കേട്ട് കാണുമല്ലോ. അതിന് ഹിന്ദുത്വ വർഗീയവാദം പറഞ്ഞാലും മുസ്ലിം വർഗീയവാദം പറഞ്ഞാലും ക്രിസ്ത്യൻ വർഗീയവാദം പറഞ്ഞാലും എനിക്ക് ഒരേ അഭിപ്രായമാണുള്ളത്. സാഹോദര്യവും സഹവർത്തിത്വവും സഹാനുഭൂതിയോടുകൂടി പ്രവർത്തിച്ചു പോകണമെന്ന് ചിന്തിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കേട്ടില്ല മെജോറിറ്റികൾ നടത്തുന്ന ചില സ്കൂളുകളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തുന്നു. അതെല്ലാം സംഭവിച്ചു. ഞാൻ ഈ വിഷയത്തിലുള്ള അഭിപ്രായമാണ് ചോദിച്ചത്. അങ്ങനെ ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. മറ്റു രീതിയിലേക്ക് വളച്ചൊടിക്കരുത്. ഞാൻ ചൈൽഡ് പ്രൊട്ടക്ട് ടീം അടക്കമുള്ള എന്റെ ദേശീയ കോർഡിനേറ്റർ ആയിരിക്കുന്ന ഒരാളാണ്. സാറിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷവതിയായിട്ട് ആങ്കറിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശ്രീ റഹീസ് ഏതിന്റെയാണെന്ന് കേട്ടില്ല. കിരൺ സാറിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പക്ഷവതിയായിട്ട് ഒരു ആങ്കറിംഗ് നടത്തുന്ന ഒരാളാണ്. അതല്ല, ഞാൻ താങ്കൾ ഏത് സംഘടനയാണെന്ന് കേട്ടില്ല. എനിക്ക് സമയം അവസാനിക്കാറാണ്. ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ ദേശീയ കോർഡിനേറ്റർ കൂടി. ശരി, ഓക്കെ, ശരി റഹീസ്. താങ്കൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചെങ്കിൽ താങ്കളെ ഞാനത് അങ്ങനെ പറഞ്ഞതിന് ഞാനത് ഒഴിവാക്കുന്നു. അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ ഒരു ധ്വനി സാധാരണക്കാരായ മനുഷ്യർക്ക് തോന്നുമായിരുന്നു. പൊട്ടിടാം, കൊന്തയിടാം, തുപ്പിയിടാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ഒരു മതത്തെ ചിന്തിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ പറയുന്നത്, അങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് എവിടെയായാലും ശരിയല്ല. അവകാശങ്ങളൊക്കെ ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നത് രണ്ട് തന്നെയാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് മഹാഭൂരിപക്ഷം പേരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തിൽ കുറെ കൂടി പക്വതയോടുകൂടിയുള്ള ഇടപെടൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമായിരുന്നു. ഇന്നലെ അടക്കം നമ്മൾ പൊതുവേദിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ പ്രശംസ നൽകിയതാണ്. ഇന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിനെ വിമർശിക്കേണ്ടി വരുന്നു. അത്തരമൊരു ജാഗ്രത അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് തന്നെ പറയുന്നു. പക്ഷേ അപ്പോഴും ഇതിനെയൊക്കെ തക്കം പാർത്തിരിക്കുന്ന ശക്തികൾക്ക് നേരെ ജാഗ്രതയോടുകൂടി കാത്തിരിക്കാൻ കേരളീയ സമൂഹവും പ്രത്യേകമായ ജാഗ്രത പുലർത്തേണ്ടതാണ് എന്നതുകൂടി ഭൂരിപക്ഷം പ്രേക്ഷകരും ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതും ആ തരത്തിലേക്ക് ഉയർന്ന അഭിപ്രായം പറയാൻ കഴിഞ്ഞു എന്നതൊക്കെ പ്രതീക്ഷ പകരുന്ന ഘടകം തന്നെയാണ്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.